എന്താണ് ഈ പേര് ത്രിലോക എന്ന് പറയുമ്പോൾ എന്താണ്? 3 തലമുറകളുടെ 3 ലോകങ്ങൾ. പല കാലയളവിലും അവരുടെ ജീവിതങ്ങൾ, അവരുടെ ലോകം, ഇപ്പോൾ ആദ്യ തലമുറയുടെ ലോകം സ്റ്റിൽ സർവൈവൽ മോഡായിരുന്നു. ഡോക്ടറാ, എഞ്ചിനീയറാ എന്നൊക്കെ പറയുന്ന ആ സംഭവങ്ങളൊക്കെ നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ട്. ഞങ്ങളുടെ ഒരു ജനറേഷൻ അത് പറഞ്ഞു പോകത്തില്ല, അവരുടെ ഒരു വഴിക്ക് പോകും. പാഷൻ. അവർക്ക് പാഷൻ ഇഷ്ടപ്പെടുന്ന കാര്യത്തിലോട്ട് കടക്ക്, അത് കുറച്ചുകൂടെ ഫോക്കസ്ഡ് ആകും. ഇഷ്ടപ്പെടുന്ന എല്ലാം ട്രൈ ഔട്ട് ചെയ്യും, പക്ഷെ അത് പല കാര്യങ്ങളാണ്, സ്പോർട്സ് മാത്രമല്ല. നിങ്ങൾ ജോലി ചെയ്യുന്നവരാ, നിങ്ങൾക്കെല്ലാം പല പരിപാടികളുള്ളവരാ, നിങ്ങൾ എല്ലാമാണ് അതിൽ അഭിനയിച്ചിരിക്കുന്നതും അതിന്റെ ഭാഗമായിരിക്കുന്നതും. അത് എത്രത്തോളം ചാലഞ്ചിങ് ആയിരുന്നു? ഭയങ്കര ചാലഞ്ചിങ് ആയിരുന്നു. ആ ഒരു തോട്ട് ഓഫ് കോഴ്സ് ഞങ്ങൾക്ക് പറയാമായിരുന്നു, നമുക്ക് പ്രൊഫഷണൽ ആക്ടേഴ്സ് ഒക്കെ വെച്ച് ചെയ്യാം. അവിടെ ഞങ്ങൾ പറഞ്ഞു, നമുക്കപ്പോൾ പ്രൊഫഷണൽ ആക്ടേഴ്സ് എന്ന് പറയാൻ നമുക്ക് നമ്മുടെ ആൾക്കാർ, അവൻ ആ കഥ എഴുതിയപ്പോൾ തന്നെ അവൻ ചിലവരെ മനസ്സിൽ കണ്ട് തന്നെയായിരുന്നു. അപ്പോൾ അവരെ വെച്ച് തന്നെ അങ്ങ് ചെയ്താലോ, നമുക്ക് ആ ഒരു രീതി, ആ കോൺസെപ്റ്റിലോട്ട് വന്നു. ഇപ്പോൾ മലയാളത്തിന്റെ പ്രിയ സംവിധായകൻ ജിയോ ബേബി സിനിമ അവതരിപ്പിക്കുകയാണ്. അദ്ദേഹം അതിലൊരു റോളും ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പേര് തന്നെ ഒരു ബ്രാൻഡാണ്. അപ്പം ഈ ജിയോ ബേബിയുമായിട്ട് ചേർന്നിട്ടുള്ള ഒരു എക്സ്പീരിയൻസ്, അത് എത്രത്തോളം നിങ്ങളെ ഹെൽപ്പ് ചെയ്തു? ആ ഒരു അസോസിയേഷൻ എങ്ങനെയായിരുന്നു? ജിയോ ബേബി പറയുന്ന ഒരു രാഷ്ട്രീയമുണ്ട് പുള്ളിയുടെ സിനിമകളിലൂടെ. അതിലെ പല ടോപ്പിക്കുകളും ഞങ്ങളുടെ സിനിമയിലും ഇങ്ങനെ അഡ്രസ്സ് ചെയ്യുന്നുണ്ട്. അത് പുള്ളിക്ക് വർക്കായി തോന്നുന്നു. എന്നിട്ട് പിന്നെ ഞങ്ങൾ ഈ ഒരു സംസാരത്തിൽ വന്നു, പുള്ളിക്ക് ഇത് അവതരിപ്പിക്കാൻ. അപ്പോൾ ഞങ്ങളായിട്ട് ഒറ്റയ്ക്ക് ഇരുന്ന് ഇത് പുറത്തോട്ട് കൊണ്ടുവരുമ്പോൾ അതിൻ്റെ ഒരു സ്ട്രഗിളുണ്ട്. എന്നെ ഒരു ജസ്റ്റ് ഫോർ ആർട്ടിസ്റ്റിക് ഏർജിന് വേണ്ടി മാത്രം ചെയ്യുന്നതാണ് പറഞ്ഞാലും അത് എല്ലാം കൂടെ മാച്ചായിട്ട് തോന്നിയുകൊണ്ട് എനിക്ക് തോന്നുന്നു പുള്ളിക്കും വർക്കായെന്ന് തോന്നുന്നു. അല്ലെ പുള്ളിയോട് നേരിട്ട് ചോദിക്കണം. ഏറ്റവും പെട്ടെന്ന് നമുക്ക് വരാൻ പോകുന്നൊരു മാറ്റം, അല്ലെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കാൻ പോകുന്ന അയ്യോ എന്നെ കൊണ്ട് പറ്റില്ല എന്ന് തോന്നുന്ന കാര്യങ്ങളുണ്ടോ സ്വിറ്റ്സർലൻഡിൽ? നിയമങ്ങളും വളരെ കർശനമായിട്ടുള്ള ചിലതൊക്കെ കാണുമ്പോൾ എന്ന് പറഞ്ഞാൽ അവിടുത്തെ ചിലപ്പോൾ ക്ലീൻനെസ്, അല്ലെങ്കിൽ അവിടുത്തെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ്, ഡ്രൈവിങ് കംപ്ലീറ്റ് ഇവിടുത്തെ രീതിയല്ലല്ലോ. അപ്പോൾ അവിടെ വളരെ സേഫ് പോണ. ചിലപ്പോൾ അത് ചിലവർക്ക് അത് ബോറിംഗ് ആയിട്ട് തോന്നും. അത് അങ്ങനെ ജസ്റ്റ് ഒരു ലൈൻ പുറകെ ഫോളോ എന്നുള്ള രീതി മാത്രം കൂടി. പിന്നെ ഫുഡ്, ചിലവർക്കുണ്ടല്ലോ ഇന്ത്യൻ ഫുഡ് കിട്ടാതാക്കുമ്പോഴുള്ള ഒരു വേവലാതി. അവിടുത്തെ സ്വിസ് ഫുഡൊക്കെ ആയിട്ട് ആദ്യം ഒന്ന്, സ്വിസ്സിലെ അല്ല യൂറോപ്പിലെ ഫുഡുമായിട്ട് ഇത് പോകാൻ, മിങ്കിൾ ചെയ്ത് പോകാൻ ആൾക്കാർക്ക് ആദ്യം ചിലപ്പോൾ ഇത്തിരി ബ്രെഡ് മാത്രമേ ഉള്ളൂ. ചീസ്, ഈ ചീസിനോടൊക്കെ എടുക്കാൻ എനിക്ക് തോന്നുന്നു ഭയങ്കര പാടാണ്. ഇപ്പം നാട്ടിൽ വളരുന്ന ഒരു കുട്ടിയും വിദേശത്ത്, ഇപ്പോൾ നിങ്ങളവിടെ ജനിച്ചു വളർന്ന ഒരാളാണ്, കുട്ടിയും തമ്മിലുള്ള വ്യത്യാസം, 2 സ്ഥലത്ത് നിന്നതുകൊണ്ട് ചോദിക്കുക, അങ്ങനെ ഒരു വ്യത്യാസം ഫീൽ ചെയ്യാറുണ്ടോ? ഉണ്ട്, ഉറപ്പായിട്ടും ഉണ്ട്. ഞങ്ങളുടെ ജനറേഷൻ, ഞങ്ങളുടെ പിള്ളേരെ ജനറേഷനെ വളർത്തുന്ന അത് കുറച്ചുകൂടെ സപ്പോർട്ടീവാണ്. ഞങ്ങളുടെ ആദ്യത്തെ ജനറേഷൻ അവർ കുറ്റം പറയുന്നില്ല, പക്ഷെ അവർക്കത് അറിയത്തുമില്ലായിരുന്നു. അവരത് ഞങ്ങളിത് കാണുന്നതുകൊണ്ടാണ്. ഞാനൊക്കെ ക്ലബിലൊക്കെ തന്നെയാണ് കളിക്കാൻ പോകുന്നത്. അപ്പോൾ ഞങ്ങളെപ്പോഴും, ഞാനിപ്പോൾ എൻ്റെ പിള്ളേർ എപ്പോഴും അവിടെ കൊണ്ട് വിടും, നമ്മളവിടെ കളി കണ്ടുകൊണ്ടിരിക്കും, എന്നിട്ട് അവരെ പിന്നെയും തിരിച്ചു കൊണ്ടുവരും. ആ ഒരു സംഭവം, അവരുടെ മാച്ചുകൾ കാണാൻ പോകുന്നു, ഇതെല്ലാം ചെറുപ്രായം തൊട്ടുണ്ട്. പറഞ്ഞിട്ടുണ്ട് പേരൻസിനോട്, നിങ്ങൾ ഞങ്ങളുടെ കളികളൊക്കെ കണ്ടിട്ടുണ്ടോ, കളിക്കുമായിരുന്നു ഞങ്ങളും. അതൊക്കെ തമാശക്ക് ഇങ്ങനെ പറയും, പക്ഷെ കുറ്റം പറയുന്നില്ല എന്ന് പറഞ്ഞാൽ അവർക്കും അത് അറിയത്തില്ലായിരുന്നു അത്രയും എന്ത് ഇമ്പോർട്ടൻസ്. മലയാള സിനിമ അതിരുകൾ ഭേദിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്, ഒരുപാട് ദൂരത്തിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്, ഒരുപാട് വേഗത്തിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു മലയാള സിനിമ അതിര് കടന്ന് ഇവിടേക്ക് വരുന്നത്, ത്രിലോക. ആ സിനിമയുടെ നിർമ്മാതാവും അതിലെ പ്രധാനപ്പെട്ട വേഷവും കൂടി ചെയ്ത റോബിൻ ഫിലിപ്പാണ് ഇന്ന് നമുക്കൊപ്പമുള്ളത്. സൈന സൗത്ത് പ്ലസ് പ്രസൻസ് ലൈഫ് ബിഹൈൻഡ് ദ മൈക്ക് പോഡ്കാസ്റ്റിലേക്ക് സ്വാഗതം. റോബിൻ, വെൽക്കം. താങ്ക് യു. ഇവിടെ നിന്ന് മലയാള സിനിമ പുറത്തോട്ട് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. അപ്പോൾ സ്വിറ്റ്സർലൻഡിലെ കുറച്ച് മലയാളി യുവാക്കൾ ചേർന്നിട്ട് ത്രിലോക ഇവിടേക്ക് കൊണ്ടുവരികയാണ്. ഇങ്ങനൊരു ആശയത്തിന് പിന്നിൽ എന്തായിരുന്നു? അത് ഒരു സാഹചര്യത്തിൽ ഞങ്ങളിങ്ങനെ ഇതിൻ്റെ ഡയറക്ടറും, അതായത് രാജേഷ് ജെയിംസും, പുള്ളി ഇങ്ങനെ കുറേ നാൾ മുമ്പ് ആദ്യത്തെ ഷോർട്ട് ഫിലിംസൊക്കെ ചെയ്ത് കുറച്ച് അവാർഡുകളിലൊക്കെ കിട്ടുകയും, ഷോർട്ട് ഫിലിം ഫെസ്റ്റിവലിലൊക്കെ പുള്ളി എപ്പോഴും ഇങ്ങനെ സ്ക്രിപ്റ്റിംഗ് ചെയ്യുമായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഇതിനെപ്പറ്റി കാര്യങ്ങൾ ഇങ്ങനെ ഇടയ്ക്ക് സംസാരിക്കുമായിരുന്നു. അവനിങ്ങനെ ഒത്തിരി കഥ എഴുതുന്നു എന്ന് എപ്പോഴും പറയുന്നു. അങ്ങനെ വെച്ചൊരിക്കൽ ഇങ്ങനെ അവനോട് ഒരു തോട്ട് പറഞ്ഞു, നീ ഇങ്ങനെ എഴുതുക മാത്രമല്ല, അത് നമുക്ക് പുറത്തും കൊണ്ടുവരുന്നുണ്ട്, എന്തെങ്കിലും അതുമായിട്ട് ചെയ്താലല്ലേ നമുക്ക് ആൾക്കാർ അറിയത്തുള്ളൂ നിൻ്റെ ഈ കഴിവാണേലും വേസ്റ്റഡ് ആകണ്ടല്ലോ എന്നുള്ള രീതി. അങ്ങനെ സംസാരിച്ച് തുടങ്ങിയതാണ് സംഭവം. അപ്പോൾ സംവെയർ അവനിങ്ങനെ പറഞ്ഞു, എൻ്റെ ഒരു സംഭവം കൊണ്ട് വേണ്ട നമുക്കിങ്ങനെ സിനിമ ആക്കാൻ പറ്റുന്നത്. നമുക്കെപ്പോഴും ഒരു 1000 കാര്യങ്ങളുണ്ട് വേണ്ടെന്ന് പറയാൻ. സിനിമ ഉണ്ടാക്കുക അത് ഭയങ്കര പാടല്ലേ. അപ്പോൾ
പക്ഷേ എന്തോ ഒരു ഇൻറ്റ്യൂഷൻ കാരണം ഞാനപ്പോൾ പറഞ്ഞ് ലെറ്റ്സ് റൈറ്റ്, നമുക്കൊന്ന് തുടങ്ങാം. ആദ്യം ഇങ്ങനെ ഞാൻ പ്രൊഡക്ഷൻ ഞാൻ പറഞ്ഞു ഞാൻ ഇതിൻ്റെ കാര്യം പ്രൊഡക്ഷൻ്റെ സൈഡിൽ നിന്ന് നോക്കാം. കാരണം കുറച്ചിത് ഒരു 10 കൊല്ലമായിട്ട് ഇങ്ങനെ കുറച്ച് ഈ ഇൻഡസ്ട്രി ആയിട്ട് കുറച്ച് ടച്ച് പോയിന്റ് ഉണ്ടായിരുന്നു എനിക്ക് വേറൊരു കാര്യം മുഖേന. കാരണം ഇത്തിരി ഫിലിം ഡിസ്ട്രിബ്യൂഷൻ, അതായത് ഞങ്ങൾക്ക് അവിടെ സിനിമ കാണുന്ന ഇപ്പോഴും സ്റ്റിൽ ഒരു ഇഷ്യൂ ആണ്. ഇപ്പം ലീഗലായിട്ട് കാണുന്ന ഭയങ്കര പാടാണ്, ഒത്തിരി ചാനലുകൾ അവിടെ കിട്ടത്തില്ല. അപ്പോൾ അതിൻ്റെ ഒരു ടോപ്പിക് ഉണ്ടായിരുന്നു. അങ്ങനെ ഞാനൊരു നെറ്റ്വർക്ക് ഉണ്ടാക്കിയപ്പോൾ ഞാൻ പറഞ്ഞു അത് ചിലപ്പോൾ യൂസ്ഫുൾ ആയിരിക്കും, നമുക്ക് അങ്ങനെ ഇങ്ങനെ തുടങ്ങാം. പിന്നെ ഞങ്ങൾ നോട്ട് ചെയ്തു, ഞങ്ങളവിടെ കുറേ സ്വിസ് ഫിലിം മേഖലയിൽ പഠിച്ചു വന്നിരിക്കുന്ന കുറേ പിള്ളേർ, ഫിലിം പഠിച്ചു വന്നിരിക്കുന്ന ഫിലിം ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന അവർക്ക് ഒരു ആദ്യത്തെ ഒരു ടച്ച് പോയിന്റ് മലയാളമായിട്ടും നമുക്കിതുകൊണ്ട് ഉണ്ടാക്കാം. ഞാൻ ഇപ്പം ശ്രദ്ധിച്ചൊരു കാര്യം എന്ന് പറഞ്ഞാൽ, നിങ്ങൾ അവിടെ ജനിച്ചു വളർന്ന ഒരാളാണ് റോബിൻ. റോബിൻ്റെ മലയാളത്തിൽ പക്ഷേ ഒരു ആക്സെൻറ്റ് പോലും ഇല്ലാണ്ട്, അതായത് മലയാളം വളരെ ശുദ്ധമായി സംസാരിക്കുന്നു. വിദേശ രാജ്യങ്ങളിലേക്ക് പോയാൽ നാട്ടിൽ പോലും മലയാളം കുഴച്ച് മിണ്ടുന്നവരാണ്. വിദേശത്തേക്കൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ അവിടുത്തെ ലാംഗ്വേജിലോട് നേരെ പിടിച്ച് പിന്നീട് മലയാളത്തിനെ മറക്കുന്നവരുടെ ഇടയിൽ താങ്കൾ ഒരു അപവാദമാണല്ലോ. അങ്ങനെ കുറേ പേരുണ്ടോ അവിടെ? അവിടെ ഞങ്ങളുടെ സ്വിറ്റ്സർലാൻഡിൽ കുറേ പേരുണ്ട് ശരിക്കും. കാരണം എനിക്ക് തോന്നുന്നു അതിൻ്റെ ഈ ഒരു 80s മിഡ് 80s ആ ഒരു സമയത്ത് കുറേ ഒരു വിഭാഗം ആൾക്കാർ, ഞങ്ങളുടെ പേരൻസ് തലമുറ, ആദ്യത്തെ തലമുറ, കുറേ പിള്ളേർ നാട്ടിലോട്ട് അയച്ചു. അപ്പോൾ ഞങ്ങളെ നേരത്തെ വിട്ടു, അവർ പിന്നെ വരാനായിരുന്നു. കാരണം ആദ്യത്തെ തലമുറയുടെ ഒരു അംബിഷൻ എന്നു പറഞ്ഞാൽ ഇവിടുന്ന് പോയി കഴിഞ്ഞ് ഒരു 10 കൊല്ലമൊക്കെ അവിടെ ജോലി ചെയ്തിട്ട് കുറച്ച് സമ്പാദിച്ച് കുടുംബാംഗങ്ങളെയൊക്കെ രക്ഷപ്പെടുത്തിയിട്ട് എന്തെങ്കിലും ഇവിടെ വന്ന് ജീവിക്കാൻ തന്നെയായിരുന്നു അവരുടെ സ്വപ്നങ്ങൾ. അപ്പോൾ അത് എല്ലാവരും എക്സിക്യൂട്ട് ചെയ്യാനപ്പം ട്രൈ ചെയ്തു. അപ്പോൾ അതിൻ്റെ ഒരു പാർട്ടായിട്ട് ഞങ്ങളെ ആദ്യം നാട്ടിലോട്ട് വിട്ടപ്പോൾ ഞാനൊക്കെ ഇവിടെ ആദ്യത്തെ 1-2 ക്ലാസ്സുകൾ ഇവിടെ പോയി അറ്റൻഡ് ചെയ്തു. ഭയങ്കര പാടായിരുന്നു. കാരണം ഞങ്ങളവിടെ വളർന്നു വരുമ്പോൾ ചർമ്മം മാത്രമേ അറിയത്തുള്ളൂ. ഇപ്പോൾ അവിടെ നിന്ന് പറിച്ച് ഞങ്ങൾ ഇവിടെ കൊണ്ടുവന്നാക്കി. ഞങ്ങൾ ഇവിടെ കംപ്ലീറ്റ് വേറൊരു കൾച്ചർ, ലാംഗ്വേജ്, എല്ലാം ക്ലൈമറ്റ് ഇതൊക്കെ ആയിട്ട് പൊരുത്തപ്പെട്ടു പോകാൻ ആദ്യത്തെ കൊല്ലങ്ങൾ എല്ലാവരും സ്ട്രഗിൾ ചെയ്തു. പിന്നെ ഞങ്ങൾ പേരൻസുമായിട്ടല്ല പോയി ജീവിക്കുന്നത്. ഒത്തിരി പേര് ബോർഡിംഗ് സ്കൂള്, ഒത്തിരി പേര് ഏതെങ്കിലും അങ്കിളും ആൻറ്റിമാരുടെ ഒക്കെ അടുത്ത്. അപ്പോൾ പേരൻസുമായിട്ട് സ്പ്ലിറ്റായിട്ട് കുറച്ച് വർഷങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഇവിടെ വന്ന് ജീവിച്ചപ്പോൾ മലയാളം പഠിച്ച് അത് കഴിഞ്ഞ് പക്ഷേ വളരെ പെട്ടെന്ന് ഞങ്ങളെ പിന്നെ എല്ലാം, കാരണം ആ പ്ലാനുകളൊക്കെ എല്ലാവരുടെയും മിക്കവരുടെയും ഇത്തിരി നടന്നില്ല. എന്ന് പറഞ്ഞാൽ അവർ 10 കൊല്ലം മാറി നിന്ന് കഴിഞ്ഞ് ഇവിടെ തിരിച്ചു വന്നപ്പോൾ ഇവിടെ അവർ ഈ സിസ്റ്റത്തിനോട് ഒത്തിരി സ്ട്രേഞ്ചേഴ്സ് ആയിപ്പോയി. അല്ല, ഒത്തിരി പേര് മുതലെടുക്കാനും അതെടുക്കാനും അങ്ങനെ അവർക്ക് ഒരു സക്സസ്ഫുൾ കരിയർ എന്നെങ്കിലും ഇവിടെ ഒരു ബിസിനസ് എന്തെങ്കിലുമൊക്കെ തുടങ്ങാനൊന്നും പറ്റാതെയായി മിക്കവർക്കും. അപ്പോൾ അവർ തന്നെ എന്നിട്ട് തീരുമാനിച്ചു എല്ലാവരും പിന്നെ തിരിച്ച് ഏർലി 90s എല്ലാവരെയും തിരിച്ചു കൊണ്ടുവന്നു. അപ്പോൾ ഞാനിപ്പോൾ ഒരു 35 കൊല്ലമായിട്ട് അവിടെ ഉണ്ട്. പക്ഷേ ഇവിടെ നിന്ന കാലത്ത് സിനിമ അവർ വന്ന് തലയ്ക്ക് മുത്തു, നമ്മൾ സിനിമ കാണുന്നു, ആ ഒരു അത്രയും അവിടെ ഇല്ലായിരുന്നു. പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞ് ഇങ്ങനെ ആദ്യമായിട്ട് എനിക്ക് എൻ്റെ ജീവിതത്തിൽ അതോടെ തിയേറ്ററിൽ പോയത്, സിനിമ തിയേറ്ററിൽ പോയത് എനിക്ക് തോന്നുന്നു അക്കരെ 1990 എങ്ങാണ്ട് ആദ്യമായിട്ട് പോയി തിയേറ്ററിൽ കാണുന്ന സിനിമ ജീവിതത്തിൽ. അവിടെ തുടങ്ങിയതാണ് ഒരു സംഭവം. അപ്പോൾ അതിനോടുള്ള ഭ്രമം. പിന്നെ ഇവിടുന്ന് അവിടെ ചെന്ന് കഴിഞ്ഞ് ഞങ്ങൾക്ക് സിനിമ കാണാൻ പറ്റാത്ത അവസ്ഥയായി. അപ്പോൾ അത് ഭയങ്കര ഒരു പ്രശ്നമായിരുന്നു എനിക്ക് ഭയങ്കര പ്രശ്നമായിരുന്നു. കാരണം അവിടെ കാസറ്റ് ക്ലബ്, വീഡിയോ ക്ലബ്ബേ ഉള്ളൂ. ആഴ്ച ഒരു തവണ എല്ലാ വെള്ളിയാഴ്ചയും കാസറ്റ് കിട്ടും, പോസ്റ്റ് ബോക്സിൽ. എനിക്കത് പോരായിരുന്നു. എനിക്ക് എൻ്റെ ഒരാഴ്ച മുന്നേ കിട്ടുന്ന ആളുടെ പോസ്റ്റ് ബോക്സ് ഞാൻ പോയി കട്ടെടുക്കും. അത് ഏറ്റവും രസം ഈ രാജേഷിന്റെ ഫാമിലിയുടെ അടുത്ത് ഞാൻ എപ്പോഴും പോയി എടുത്തത്, ഡയറക്ടറിന്റെ ഫാമിലിയുടെ അടുത്ത് പോയി ഞാൻ എപ്പോഴും എടുത്തോണ്ട് സൗഹൃദമാണ്. ഞങ്ങൾ എല്ലാവരും കുഞ്ഞു പ്രായം തൊട്ട് അറിയാവുന്ന എല്ലാവരും. രാജേഷും നാട്ടിലുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ എല്ലാവരും അങ്ങനെ കുറച്ച് നാൾ നാട്ടിൽ നിന്ന് ആ മലയാളം വന്ന് പിക്ക് ചെയ്ത് പിന്നെ ഇവിടെ വന്ന് ഈ പ്രാർത്ഥനകളും അതും ഇതൊക്കെ എല്ലാവരും അതിൻ്റെ ഒരു ഇതുണ്ട്. പിന്നെ സിനിമ, പക്ഷെ സിനിമയാണ് മുഖ്യം. പക്ഷെ അവിടെ 1-2 പേരുണ്ട്. ഇപ്പോൾ ഇതിനകത്തൊരു ഭാഗമായിട്ട് ഒരാളുണ്ട്, അഭിനയിക്കുന്ന ഒരാളുണ്ട്. പുള്ളി ഒരിക്കലും ഇവിടെ ജീവിച്ചിട്ടില്ല. പുള്ളി എപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ജസ്റ്റ് സിനിമകൾ കണ്ട് മാത്രമാണ് പുള്ളി മോഹൻലാലിൻ്റെ സിനിമകൾ കണ്ട് എന്ന് പറയുന്നത്. അവൻ എപ്പോഴും പറയുന്നത് സിനിമ കണ്ട് മാത്രം മലയാളം പിക്കപ്പ് ചെയ്ത് പിന്നെ ഞങ്ങളൊരു ഫ്രണ്ട് സർക്കിൾ ഞങ്ങളിങ്ങനെ മലയാളികളെല്ലാവരും ഒരുമിച്ച്. അപ്പോൾ ഞങ്ങൾ ഇതെല്ലാം സ്റ്റിൽ ഈ മലയാളമൊക്കെ ആഡ് ചെയ്ത് ഒത്തിരി ഞങ്ങൾ മെച്ചപ്പെട്ടിട്ടുണ്ട്. അവരുമൊക്കെ ആണെങ്കിലും ഒത്തിരി പഠിച്ചത് ഞാൻ കൊണ്ടുവന്ന്. ഞങ്ങൾ 1-2 പേരുണ്ട് നാട്ടിൽ നിന്ന് വന്നത്, പിന്നെ അവിടെ ജനിച്ചുള്ളത്. ഞങ്ങളെല്ലാവരും കൂടെ ഒരുമിച്ച് വരുമ്പോൾ ഞങ്ങൾ ഇത് ഒത്തിരി എൻജോയ് ചെയ്യുമായിരുന്നു മലയാളം. നിങ്ങൾ ജോലി ചെയ്യുന്നവരാ, നിങ്ങൾക്കെല്ലാം പല പരിപാടികളുള്ളവരാ.
എല്ലാമാണ് അതിൽ അഭിനയിച്ചിരിക്കുന്നതും അതിൻ്റെ ഭാഗമായിരിക്കുന്നതും. അത് എത്രത്തോളം ചാലഞ്ചിങ് ആയിരുന്നു? ഭയങ്കര ചാലഞ്ചിങ് ആയിരുന്നു. കാരണം ആ ഒരു തോട്ട് ഓഫ് കോഴ്സ് ഞങ്ങൾക്ക് പറയാമായിരുന്നു, നമുക്ക് പ്രൊഫഷണൽ ആക്ടേഴ്സ് ഒക്കെ വെച്ച് ചെയ്യാം. അപ്പോൾ അത് ബഡ്ജറ്റ് അപ്പോൾ അതിനനുസരിച്ച് കൂടും. ഞങ്ങളിപ്പോൾ ആദ്യമായിട്ട് ഒരു സംഭവം ചെയ്യാൻ രാജേഷ് എന്നോട് പറഞ്ഞ ഒരു കോൺസെപ്റ്റ്, നമ്മളിപ്പോൾ വലിയ കാര്യം ചെയ്ത് കൈ പൊള്ളുന്നതിൽ എന്നാൽ അവനൊരു കുഞ്ഞു കോൺസെപ്റ്റ് എന്നോട് പറഞ്ഞ് അത് വർക്കൗട്ട് ആവുമെന്നും പറഞ്ഞ് തോന്നി. അപ്പോൾ അവിടെ ഞങ്ങൾ പറഞ്ഞ് നമുക്കപ്പോൾ പ്രൊഫഷണൽ ആക്ടേഴ്സിന് വരെ നമുക്ക് നമ്മുടെ ആൾക്കാർ, അവൻ ആ കഥ എഴുതിയപ്പോൾ തന്നെ അവൻ ചിലവരെ മനസ്സിൽ കണ്ട് തന്നെയാണ് എഴുതിയത്. അപ്പോൾ അവരെ വെച്ച് തന്നെ അങ്ങ് ചെയ്താലോ നമുക്ക് ആ ഒരു രീതി, ആ കോൺസെപ്റ്റിലോട്ട് വന്നു. അതിന് അതിന് ഗുണവും കുറവുകളും ഉണ്ടായിരുന്നു, അത് പറയാം. കാരണം നമ്മൾ അങ്ങനെ നോക്കുമ്പോൾ നമ്മൾ ബഡ്ജറ്റ് കുറയ്ക്കാൻ ഈ പ്രൊഡക്ഷന് ഒരു 80% ആൾക്കാർ ഓൾമോസ്റ്റ് 90 ഫ്രീ ഓഫ് ചാർജ് വർക്ക് ചെയ്ത്. പക്ഷേ ഞങ്ങൾ പറഞ്ഞു ഈ സ്വിസ് മേഖലയിൽ വർക്ക് ചെയ്യുന്നവർ, ഫിലിം ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവർ, ഈ വരുമാനം മാത്രം ഉള്ളവർ, അവർക്കൊരു ചെറുതായിട്ടൊരു വരുമാനം അതിൽ നിന്ന് വേണം. അപ്പോൾ അത് ആയതുകൊണ്ട് ഞങ്ങൾക്ക് ബഡ്ജറ്റ് ആയത്. ബാക്കിയെല്ലാം ഞങ്ങളുടെ ലൊക്കേഷനും ഇതെല്ലാം ഞങ്ങളുടെ വീടുകൾ, ഫുഡിൻ്റെ കാര്യം ഞങ്ങളുടെ പേരൻസ് എല്ലാവരും കമ്മ്യൂണിറ്റി മുഴുവൻ ഹെൽപ്പ് ചെയ്തു അവിടെ. അതാണ് അവിടെ ഒരു തോട്ട് വന്ന് ഞങ്ങളുടെ അറിയാവുന്ന ആൾക്കാരും കൊണ്ട് തന്നെ ഒന്ന് ചെയ്യാം. കാരണം ഇനിയുള്ള അടുത്ത ഇതിൽ നിന്ന് പഠിച്ചു കഴിഞ്ഞാൽ അടുത്ത ഇത് നമുക്ക് പറയാം കുറച്ചുകൂടെ പ്രൊഫഷണലായിട്ട് ചെയ്യാം, നമുക്കൊരു കാസ്റ്റിംഗ് ചെയ്യാം. എന്നിട്ട് ആൾക്കാർക്ക് അങ്ങനെ പറയാം ആരായിരിക്കും ഈ റോളിന് സ്യൂറ്റബിൾ, കുറച്ചുകൂടെ ആൻഡ് ആക്ടിങ് കുറച്ചുകൂടെ മെച്ചപ്പെട്ട്. ഇതിപ്പോൾ ഞങ്ങൾ ഒത്തിരി ഇംപ്രൊവൈസേഷൻ, ഒത്തിരി ലെങ്തി ഡയലോഗ്സ് ഒക്കെ ഉള്ള സംഭവമാണ്. പക്ഷെ അവിടെ ഡയറക്ടറിന് ഒരു വിശ്വാസം ഉണ്ടായിരുന്നു, ഇന്ന ആളിനെ എനിക്ക് കാണാം. അപ്പോൾ ഇപ്പോൾ പറയാനുള്ള ആദ്യത്തെ കഥയെ പുള്ളീനെ വെച്ച് തന്നെ എഴുതിയതാണ്. പുള്ളിയുടെ ഒരു ജീവിതത്തിൻ്റെ ഒരു ഇത് പുള്ളിയായിരുന്നു പ്ലാൻ ചെയ്തത്. പുള്ളി അത് കഴിഞ്ഞ് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ പുള്ളിക്ക് വൈഫും ഉണ്ടായിരുന്നു, അഭിനയിക്കുന്നുണ്ടായിരുന്നു. കഥ എഴുതിയ ആൾ തന്നെയാണ് വിജി. അപ്പോൾ അവർക്ക് രണ്ടാമത്തെ കൊച്ചു വരുന്ന ഇതായി. അപ്പോൾ പെട്ടെന്ന് 2 ദിവസം 2 ആഴ്ച മുമ്പ് ഷൂട്ടിന് മുന്നേ ഇങ്ങനെ പറഞ്ഞ് നമുക്കൊന്ന് സ്വിച്ച് ചെയ്യാം, നിങ്ങൾ അഭിനയിക്കാം. അപ്പോൾ ഞങ്ങൾ അപ്പോൾ ഞങ്ങളങ്ങനെ ഞാനും എൻ്റെ വൈഫും ഇപ്പോൾ കയറി. ഞങ്ങൾ സത്യം പറഞ്ഞാൽ പുള്ളിയുടെ ഒരു ജീവിതം ഞങ്ങളത് അങ്ങനെ ഇത് ചെയ്തു. പക്ഷേ രസം എന്ന് പറഞ്ഞാൽ അത് പിന്നെ എൻ്റെ ലൈഫിൽ അതുപോലെ തന്നെ വന്നു ആ സിനിമ. അത് പിന്നെ എനിക്ക് പറയാൻ പറ്റും, സിനിമയുടെ കഥ പറയാൻ പറ്റില്ലല്ലോ. പക്ഷെ അതിൽ നടന്ന കാര്യങ്ങളൊക്കെ ഞങ്ങളുടെ ജീവിതങ്ങളിൽ നടക്കുന്ന കാര്യങ്ങളാണ്. ഇപ്പം മലയാളത്തിൻ്റെ പ്രിയ സംവിധായകൻ ജിയോ ബേബി സിനിമ അവതരിപ്പിക്കുകയാണ്. അദ്ദേഹം അതിലൊരു റോളും ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പേര് തന്നെ ഒരു ബ്രാൻഡാണ്. അപ്പം ഈ ജിയോ ബേബിയുമായിട്ട് ചേർന്നിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് അത് എത്രത്തോളം നിങ്ങളെ ഹെൽപ്പ് ചെയ്തു? ആ ഒരു അസോസിയേഷൻ എങ്ങനെയായിരുന്നു? ജിയോ ആദ്യം തൊട്ട് തന്നെ വളരെ സപ്പോർട്ടീവ് ആയിരുന്നു. ഞാൻ ഈ കോൺസെപ്റ്റ് പ്രസൻറ്റ് ചെയ്തപ്പോഴും എനിക്ക് തോന്നുന്നു ജിയോ ബേബി പറയുന്ന ഒരു രാഷ്ട്രീയമുണ്ട് പുള്ളിയുടെ സിനിമകളിലൂടെ. അതിലെ പല ടോപ്പിക്കുകളും ഞങ്ങളുടെ സിനിമയിലും ഇങ്ങനെ അഡ്രസ്സ് ചെയ്യുന്നുണ്ട്. അത് പുള്ളിക്ക് വർക്കായി തോന്നുന്നു. അപ്പോൾ പുള്ളി ആദ്യം തൊട്ട് സപ്പോർട്ടീവ് ആയിരുന്നു. ക്യാമിയോ ചോദിച്ചാണ് ആദ്യം ഞാൻ ചെല്ലുന്നത്. എന്നിട്ട് അത് കഴിഞ്ഞ് അത് കുറച്ചുകൂടെ ഇൻറ്റൻസ് ആയിട്ട് ഞങ്ങളുടെ കോപ്പറേഷനായി പുള്ളി എന്നിട്ട് പിന്നെ ഞങ്ങൾ ഈ ഒരു സംസാരത്തിൽ വന്നു പുള്ളിക്ക് ഇത് അവതരിപ്പിക്കാൻ. ഇപ്പോൾ ഞങ്ങളായിട്ട് ഒറ്റയ്ക്ക് ഇരുന്ന് ഇത് പുറത്തോട്ട് കൊണ്ടുവരുമ്പോൾ അതിൻ്റെ ഒരു സ്ട്രഗിളുണ്ട്. എന്നെ ഒരു ജസ്റ്റ് ഫോർ ആർട്ടിസ്റ്റിക് ഏർജിന് വേണ്ടി മാത്രം ചെയ്യുന്നതാണ് പറഞ്ഞാലും അപ്പോൾ പുള്ളിയുടെ ഒരു സിനിമകളുടെ രാഷ്ട്രീയം പറയുന്നത് തന്നെയാണ് ഇതും. ആൻഡ് ഫെസ്റ്റിവൽ മൂഡിനുള്ളതാണ്. അത് എല്ലാം കൂടെ മാച്ചായിട്ട് തോന്നിയുകൊണ്ട് എനിക്ക് തോന്നുന്നു പുള്ളിക്കും വർക്കായെന്ന് തോന്നുന്നു. അല്ലെ പുള്ളിയോട് നേരിട്ട് ചോദിക്കണം എന്തുകൊണ്ടായിരുന്നു ഇത്രയും സപ്പോർട്ടീവായിട്ട് കൂടെ നിന്നത്. ഇപ്പം ത്രിലോക എന്ന് പറയുന്ന പേര്, ആ പേര് തന്നെ ഭയങ്കര ഡിഫറെൻ്റ് ആണ്. അത് 3 ലോകങ്ങളുടെ കഥയാണോ 3 തലമുറകളുടെ കഥയാണോ എന്നൊക്കെ ആ പേര് കേട്ട് കഴിയുമ്പോൾ നമുക്കൊരു സംശയം വരും. എന്താണ് ഈ പേര് ത്രിലോക എന്ന് പറയുമ്പോൾ എന്താണ്? യു ഓൾറെഡി സേഡ് ദ ആൻസർ. 3 തലമുറകളുടെ 3 ലോകങ്ങൾ. അപ്പോൾ അങ്ങനെ അതിനെ ഇൻ്റർപ്രറ്റ് ചെയ്യാം. കാരണം അവർ പല കാലയളവിലും അവരുടെ ജീവിതങ്ങൾ, അവരുടെ ലോകം, ഇപ്പോൾ ആദ്യ തലമുറയുടെ ലോകം അത് സ്റ്റിൽ സർവൈവൽ മോഡായിരുന്നു. എന്ന് പറഞ്ഞാൽ അവർ ഇവിടെ നിന്നെല്ലാം വിട്ടെറിഞ്ഞ് എല്ലാം സാക്രിഫൈസ് ചെയ്ത് വളരെ ചെറുപ്പത്തിൽ അങ്ങോട്ട് പോയി. കുടുംബങ്ങൾ അവരുടെ സ്വപ്നങ്ങൾ എപ്പോഴും ഇവിടെ ജീവിക്കാനായിരുന്നു. ഒത്തിരി സാക്രിഫൈസ് ചെയ്തു. അവരപ്പോൾ അവരുടെ ആഗ്രഹങ്ങൾക്ക് വേണ്ടി ജീവിച്ചിട്ടില്ല ഒത്തിരി. കുടുംബാംഗങ്ങളെ രക്ഷപ്പെടുത്തുക, സഹായിക്കുക, പിന്നെ സ്വന്തം ഫാമിലികളായി. പക്ഷെ എന്നാലും ഒരിക്കലും അവരിപ്പോഴും നിർത്തിയിട്ടില്ല അവരുടെ കുടുംബാംഗങ്ങളെ
സഹായിക്കുന്നത്. ഞങ്ങളുടെ ഒരു തലമുറ വന്നപ്പോൾ വേറൊരു ലോകമാണ് ഞങ്ങൾക്ക്. ഞങ്ങൾക്ക് പറഞ്ഞ പോലെ ഞങ്ങളുടെ പാഷൻ ഒക്കെ ഫോളോ ചെയ്യാനും അതും ഇത് അങ്ങനെയൊക്കെ കുറച്ചുകൂടെ ഞങ്ങളതിന് ഇറങ്ങിത്തിരിക്കും. സർവൈവൽ മോഡല്ല. അപ്പോൾ അതൊരു വേറെ ലോകം, അത് ഞങ്ങളുടെ ലോകം. ഇനിയിപ്പോൾ ഞങ്ങളുടെ പിള്ളേരുടെ ലോകം എങ്ങനെയായിരിക്കും എന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല. അവർ ചിലപ്പോൾ ഒട്ടും അറ്റാച്ച്ഡ് അല്ലായിരിക്കും നമ്മളിപ്പോൾ പറഞ്ഞ ഈ കൾച്ചറൽ വാല്യൂസും ഇതുമൊക്കെ ആയിട്ട്. ബട്ട് വി വിൽ സീ. ബട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ആകെപ്പാടെ നമുക്ക് ചിലതൊക്കെ കൊടുത്തു വിടാം. ഇപ്പം ഞങ്ങളിപ്പോൾ ഈ സിനിമ വഴിയാണെങ്കിലും പല കാര്യം കൾച്ചറൽ ടോപ്പിക്സ് ഞങ്ങൾ അഡ്രസ്സ് ചെയ്യുന്നതുകൊണ്ട് ചിലപ്പോൾ അവർക്കും അത് എന്നും കാണാൻ പറ്റുന്ന ഒരു സംഭവമായിരിക്കും. പേരൻസും അവരുടെ തലമുറകളും ഒക്കെ അന്നുമൊക്കെ നാടകവും അതും ഇതൊക്കെ ചെയ്തിട്ടുണ്ട്. ചിലപ്പോൾ വീഡിയോ കാസ്റ്റിലൊക്കെ ഞങ്ങൾ കാണാൻ പറ്റും. ഇപ്പോൾ ഞങ്ങളൊരു അടുത്ത സ്റ്റെപ്പ് പോലെ ഇങ്ങനെ ഒരു സിനിമ പോലെ ഒരു സംഭവം ചെയ്തു. ഇനിയിപ്പോൾ പിള്ളേർ ചിലപ്പോൾ അവർ വേറെ രീതിയിലായിരിക്കും. ഇപ്പം ഈ സിനിമ ഫുൾ ഫീച്ചർ ഫിലിമിലേക്ക് വരുന്നത് ഇപ്പോഴാണെങ്കിൽ നിങ്ങൾ ഡേർട്ടി കോയിൻ എന്ന് പറയുന്ന ഒരു ഡോക്യുമെന്ററി നേരത്തെ ചെയ്തു. അത് ഞങ്ങൾ കോ പ്രൊഡക്ഷൻ എന്നുള്ള രീതിയിൽ ഞങ്ങൾ അതിലൊരു ഭാഗമായി. കാരണം ഞങ്ങൾ എസ്പെഷ്യലി ഈ ബാങ്കിങ് ഫൈനാൻസ് ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ഓരോരുത്തരുണ്ട്. ഞാൻ എസ്പെഷ്യലി ആ ഒരു ഫീൽഡിൽ നിന്ന് വരുന്നത്. പിന്നെ എൻ്റെ ഒരു കൂട്ടുകാരനുണ്ട് ഞങ്ങളുടെ പ്രൊഡക്ഷൻ കമ്പനിയിലുള്ള. ഞങ്ങൾ 4 പേരാണ് ഫോർ ഇമോഷൻസ് എൻ്റർടൈൻമെൻറ്റ്. പലരും പല മൈക്രോസോഫ്റ്റ് അല്ലെങ്കിൽ സൊനോവ അങ്ങനെ കൺസൾട്ടിങ് ഫീൽഡ് അങ്ങനെയൊക്കെ ഇങ്ങനെ മേഖലകളിൽ വർക്ക് ചെയ്യുന്നവരാണ്. അപ്പോൾ ഈ ക്രിപ്റ്റോ കറൻസി ഇറ്റ്സ് എ ഹ്യൂജ് ടോപ്പിക് ആൻഡ് ഓഫ് കോഴ്സ് ആൻഡ് ബിറ്റ് കോയിൻ മൈനിങ് അത് ഞങ്ങൾക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഡോക്യുമെൻ്ററി ആയിട്ട് തോന്നി. അപ്പോൾ ഞങ്ങളൊരു ഇപ്പോൾ കോയിൻസിഡൻസ് ഞങ്ങളത് അങ്ങനെ ഒരു റിക്വസ്റ്റ് കണ്ടു പുറത്തിറക്കുക എന്നുള്ള ഡയറക്ടേഴ്സ് ഫീമെയിൽ ഡയറക്ടർ ആൻഡ് പുള്ളിക്കാരത്തിക്ക് അങ്ങനെ ഞങ്ങളുമായിട്ട് ഒരുമിച്ച് കോപ്പറേറ്റ് ചെയ്യാൻ ഒരു താല്പര്യമുണ്ടായിരുന്നു. ഞങ്ങളപ്പോൾ പുള്ളിക്കാരത്തിനെ കുറച്ച് സപ്പോർട്ട് ചെയ്യാം അവിടെ. കാരണം അതൊരു സ്വിസ്സിൽ അതൊരു വലിയൊരു സീനാണ് ബിറ്റ് കോയിൻ്റെ. അപ്പോൾ അത് ഞങ്ങൾക്ക് അത് കുറച്ച് അങ്ങോട്ട് പ്രൊമോഷൻ ചെയ്യാൻ പുള്ളിക്കാരത്തിനെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ സോ ഇറ്റ് ബിക്കേം എ ബിറ്റ് ലൈക്ക് ഗ്ലോബൽ കോർപ്പറേഷൻ. പുറത്തിറക്കുക സ്വിറ്റ്സർലൻഡ്, ഇന്ത്യ. പുള്ളിക്കാരത്തിക്ക് നമ്മുടെ കൾച്ചറും ഭയങ്കര ഇഷ്ടമായി. ഞങ്ങൾക്ക് പുള്ളിക്കാരത്തിയുടെ ഇതും വാല്യൂസും ഒത്തിരി പഠിക്കാൻ പറ്റി. ഇറ്റ്സ് എ ലേണിംഗ് എക്സ്പീരിയൻസ്. അതിന് ശേഷമാണ് ഈ ഫീച്ചർ ഫിലിമിലേക്ക് വരുന്നത്. അതായത് അവിടെ ഒരു ഡോക്യുമെൻ്ററി എടുത്തൊരു എക്സ്പീരിയൻസ് ലൈക്ക് ഇങ്ങനത്തെ ഒരു എക്സ്പീരിയൻസേ ഉള്ളൂ. ഇപ്പോൾ ഒരു ഫുൾ ഫീച്ചർ ഫിലിമിലേക്ക് വന്ന് പണിയെടുത്ത് തുടങ്ങിയപ്പോൾ ഡെഫിനറ്റ്ലി അക്കരെയാണ് ആദ്യമായിട്ട് തിയേറ്ററിൽ കണ്ടത് എന്ന് പറഞ്ഞു. സിനിമാ മോഹം അവിടെ നിന്ന് അകത്ത് കയറിയതാണ്. അവിടെ തൊട്ട് ഇങ്ങോട്ട് സിനിമ ചിലപ്പോൾ അപ്പൻ ഫാദർ ഇങ്ങനെ ആദ്യത്തെ മലയാളം പാട്ടുകളൊക്കെ കേൾപ്പിച്ച് അതിങ്ങനെ ഓർമ്മയിലുണ്ട്. പിന്നെ സിനിമ ശരിക്കും ഭയങ്കരമായിട്ട് മൂക്കുന്നത് നാട്ടിൽ വന്നപ്പോൾ അങ്ങനെ തിയേറ്ററിൽ പോയി കണ്ട് പിന്നെ ഇപ്പോൾ ഇങ്ങനെ അങ്കിൾ എപ്പോഴും ഈ ഫ്രൈഡേ വീഡിയോ കാസ്റ്റ് കൊണ്ടുവരും. നമ്മുടെ അവിടെ ഉള്ള ചുറ്റുപാടുള്ള കോളനിയിലുള്ള എല്ലാ പിള്ളേരെയും കൊണ്ടുവന്ന് വീട്ടിൽ ഒരു ടി വി മുന്നിൽ വെച്ചിട്ട് എല്ലാവരും പുറത്തിരുന്ന് സിനിമ കാണുന്ന ആ ഒരു നൊസ്റ്റാൾജിയൊക്കെ അവിടെ തുടങ്ങി. ആ സംഭവം അവിടെ നിന്ന് തുടങ്ങി. അതിനുശേഷം നമ്മളിപ്പോൾ സിനിമ എടുത്ത ഒരു ലെവലിലേക്ക് എത്തി, അഭിനയിച്ചു, അത് നിർമ്മിച്ചു, അതിലേക്ക് എത്തിക്കഴിഞ്ഞപ്പോൾ എന്തോരം ചേഞ്ച് ഫീൽ ചെയ്തു അല്ലെങ്കിൽ ചാലഞ്ചസ് ഫീൽ ചെയ്തു? ആ യാത്ര, ആ ഒരു വഴി അതെങ്ങനെയായിരുന്നു? എടുക്കാൻ നേരത്ത് ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നോ? ഇപ്പോൾ വേണ ഒരു ചോദ്യം ചോദിക്കാം. അത് എന്തുകൊണ്ട് നേരത്തെ ആയിക്കൂടായിരുന്നു? അതിപ്പോൾ നമുക്ക് അറ്റ് യങ് ഏജ്. അപ്പോൾ അന്ന് ചിലപ്പോൾ ഞങ്ങൾക്ക് ഇത്രയും പോസിബിലിറ്റീസ് ഇല്ല. ഇപ്പം മലയാളമായിട്ടും ഇങ്ങോട്ട് ഇന്ത്യയിലോട്ടോ കേരളത്തിലോട്ടോ ഫിലിം ഫീൽഡിലോട്ട് ഞങ്ങൾക്ക് റീച്ച് ഔട്ട് ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പോഴത്തെ ഈ സോഷ്യൽ മീഡിയ കാലത്ത് കുറച്ചുകൂടെ അത് ഈസിയായി. എല്ലാം വളരെ അടുത്ത് കാണുന്ന പോലെ ഞങ്ങൾക്ക് യൂട്യൂബിൽ പോയി ഓൾ ദി ഇൻ്റർവ്യൂസ് എവറിത്തിങ് സിനിമയുടെ ആൾക്കാർ കോണ്ടാക്ട്സ് വാട്സപ്പ് ഇതെല്ലാം വന്നു കഴിഞ്ഞപ്പോൾ കുറച്ചുകൂടി ഈസിയായി ഞങ്ങൾക്ക് റീച്ച് ഔട്ട് ചെയ്യാൻ. അതുകൊണ്ട് നേരത്തെ വളരെ ഒരു സ്ട്രഗിളായി എന്തെങ്കിലും അവിടെ നിന്ന് ചെയ്യാൻ. അന്ന് ഞങ്ങൾ സിനിമയെന്നും പറഞ്ഞു അതിൻ്റെ പുറകെ പോവുകയാണെങ്കിൽ നല്ല വഴക്കും കേൾക്കും. അതുപോലെ അത് പൊതുവെ എല്ലായിടത്തും കേൾക്കുന്നത് നമ്മളിപ്പോൾ എന്തെങ്കിലും കരിയർ ആകാൻ. കാരണം ആദ്യത്തെ തലമുറ ഒരിക്കലും അത് അന്ന് അവർക്ക് ചിലപ്പോൾ അക്സെപ്റ്റ് ചെയ്യാനും പാടാണ്. ചിലവർക്ക് അതിൻ്റെ അംബിഷൻ ഉണ്ടായിരുന്നേ പോലും വളരെ പാടായിരുന്നു. ഇതിൽ TOP ആയിട്ട് വർക്ക് ചെയ്യുന്ന സന്ദീപ്, ഈസ് പ്രോബബ്ലി ദ വെരി ഫസ്റ്റ് ഗായ് ഇൻ സ്വിറ്റ്സർലാൻഡ് ഹു ഡിഡ് ഇറ്റ്, ലൈക്ക് ഗോയിങ് ടു ഫിലിം സ്കൂൾ ആൻഡ് മേക്കിംഗ് എഡ്യൂക്കേഷൻ അതെല്ലാം ചെയ്ത് പുള്ളിയാണ് ആദ്യത്തെ ഒരാൾ. പുള്ളി അങ്ങനെ തുടങ്ങിയപ്പോൾ കുറച്ച് പേര് അതിൻ്റെ കൂടെ പുറകെ ചെയ്യാൻ തുടങ്ങി. ഒരാൾ എപ്പോഴും തുടങ്ങി വെക്കണം. അപ്പോൾ അതിൻ്റെ പുറകെ കുറച്ച് പേര് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ആ ഒരു മാറ്റം വരുന്നത് എപ്പോഴും ഒരു ഡെവലപ്മെൻ്റ് ആണ്. അപ്പോൾ ഞങ്ങൾക്കിപ്പോൾ ഇവിടെ ഈ സിനിമ ചെയ്യുന്ന ഇവിടം വരെ വന്നപ്പോൾ ഓഫ് കോഴ്സ് ഇപ്പോഴും ഞങ്ങളുടെ ഒരു ഏജ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഫാമിലി അതാണ് സ്ട്രഗിൾ അല്ല ചലഞ്ച്. ഇതെങ്ങനെ എല്ലാം കൂടെ ഒരുമിച്ച് കൊണ്ട് ഞങ്ങൾക്ക് എവറി ഡേ ലൈഫ് ജോബ് എല്ലാവരും ഒത്തിരി പേര് വേറെ മേഖലയിൽ ജോലി ചെയ്യുന്ന ഡയറക്ടറായിട്ടുള്ള രാജേഷ് 100% വേറൊരു ജോലി,
എൻ്റെ കൂടെ കൊച്ചു പിള്ളേർ, ഫാമിലി, ഇതെല്ലാം ഇതിൻ്റെ കൂടെ ഇത് ചെയ്യുന്നത്. പോണ സ്ട്രഗിളായിട്ട് വേണേൽ കാണാം, അല്ലെ ചലഞ്ചായിട്ട് ഞങ്ങൾ പറയുന്നു ഇതെങ്ങനെ എന്തുമാത്രം ടൈം കൺസ്യൂമിങ് ആയിരുന്നു. ഞങ്ങൾ വീക്കെൻഡുകളാണ് തുറന്നു പറയുന്നത്, വീക്കെൻഡുകളാണ് ഞങ്ങൾ ഷൂട്ട് ചെയ്ത്. അല്ലെ വൈകുന്നേരങ്ങളിൽ രാത്രി എല്ലാം കിടത്തി കഴിഞ്ഞ് പിള്ളേർ കിടന്നു കഴിഞ്ഞ് ഒന്നുകൂടി ഇരിക്കും. അപ്പോൾ ഈ ഒരു പ്രോസസ്സ് ഇത് ചെയ്തായിരുന്നു. അതൊന്നുകൊണ്ടും വേണമെന്നുള്ളത് ഞങ്ങൾ നോക്കുമ്പോൾ അത് മിസ്റ്റേക്ക് ആയിരുന്നോ അതോ അതിൽ നിന്ന് പഠിക്കാൻ പറ്റുമോ? ഓഫ് കോഴ്സ് പോണ അങ്ങനെ കണ്ടിന്യൂറ്റി ഇഷ്യൂസ് അതൊക്കെ ചിലപ്പോൾ നമുക്ക് ഉണ്ടാകും, എത്രയും സമയമെടുക്കും. പോണ അതൊരു ലേണിംഗ് എക്സ്പീരിയൻസ് തന്നെ. അടുത്ത തവണ നമുക്കറിയാം ചിലപ്പോൾ വേറൊരു രീതിയിൽ പിടിക്കണം, ഇങ്ങനെ സ്കെഡ്യൂൾ ചെയ്ത് ശരിക്കും ഒറ്റ ഒരു ബ്ലോക്ക്, അപ്പോൾ ആ ഫ്ലോ നഷ്ടപ്പെടാതിരിക്കാൻ. അതൊക്കെ ആയിരുന്നു ചാലഞ്ച്, ഫ്ലോ ഒക്കെ നഷ്ടപ്പെടുന്നത്. വിദേശത്ത് പോയി താമസിക്കാത്ത ഒരാൾക്ക് ഒരിക്കലും നിങ്ങൾ പറയുന്ന വീക്കെൻഡിന്റെ പ്രത്യേകത മനസ്സിലാവില്ല. ഇല്ല, Like, ഒരു പ്രവാസി വിദേശത്ത് ജീവിച്ചു വളർന്ന ഒരാൾക്ക് മാത്രമാണ് ഹൗ ഇമ്പോർട്ടൻറ്റ് ആ ഒരു വീക്കെൻഡ് ഇസ് എന്ന് മനസ്സിലാവുള്ളൂ. കാരണം ആ 5 ദിവസം ഒന്നുമില്ല, സമയമില്ല. നമ്മുടെ നാട്ടിലെ പോലെയല്ല, പിള്ളേരെ നോക്കാൻ വേണ്ടി പോലും ഇവിടെ സ്കൂൾ ബസ് വന്ന് വിട്ട് പോണ പോലെ അല്ല അവിടുത്തെ ലൈഫ് എന്നുള്ളത്. സോ ഐ അണ്ടർസ്റ്റാൻഡ്, അതിലെ ചാലഞ്ച് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷെ ഞാൻ കേട്ടു ഇപ്പോൾ ഈ സിനിമ നിങ്ങൾ ചെയ്ത സമയത്ത് കോസ്റ്റ് ഇഫക്റ്റീവ് ആയിട്ടാണ് നിങ്ങളിത് ചെയ്തത്, അല്ലെങ്കിൽ ചാരിറ്റി എന്ന് വിളിക്കാൻ പറ്റില്ലെങ്കിലും ആ ഒരു ടൈപ്പിൽ പൈസ മാനേജ് ചെയ്തിട്ടാണ് നിങ്ങളിത് ചെയ്തതെന്നുള്ളത്. അതെന്താ അങ്ങനെ കേൾക്കാനുള്ള ഒരു റീസൺ എന്താണ്? അത് ഓഫ് കോഴ്സ് ആദ്യത്തെ ഒരു അറ്റംപ്റ്റ് ആണല്ലോ ഇത്. അപ്പോൾ വെറുതെ ബിഗ് സ്കെയിലിൽ ചെയ്ത് കൈ പൊള്ളിക്കേണ്ട, താങ്ങാവുന്ന ഒരു ബഡ്ജറ്റിലാണ് തുടങ്ങി. എന്നാലും ഒത്തിരി അതിൻ്റെ മുകളിൽ പോയി. ഇപ്പം പല ബുദ്ധിമുട്ടുകൾ പറഞ്ഞ പോലെ ഇങ്ങനെ ഞങ്ങൾക്ക് വിചാരിച്ചാലും ഷൂട്ട് ഇത്തിരി കൂടിപ്പോയി ദിവസങ്ങൾ പ്ലാൻ ചെയ്തതിനേക്കാളും. കാരണം നമ്മൾ ടു മെനി ഷോട്ട്സ് ചിലപ്പോൾ ഷോർട്ട് ലിസ്റ്റ് ഒരു ദിവസത്തേക്കിന് പറഞ്ഞു വെക്കും. ദെൻ വി നോട്ടീസ് ഓക്കെ അത് വർക്കൗട്ട് ആകത്തില്ല. നമ്മൾ രാവിലെ 6 മണി തൊട്ട് പാതിരാത്രി വരെ ചെയ്താൽ പോലും അത് ശരിയാവുന്നില്ല. കാരണം എല്ലാവരും ആദ്യമായിട്ടൊക്കെ ചെയ്യുന്ന ഒരു സംഭവമായതുകൊണ്ട് ആക്ടേഴ്സൊക്കെ ആണേലും ഒത്തിരി. അപ്പം അത് ഒരു ഇഷ്യൂ ആയിരുന്നുകൊണ്ട് ഞങ്ങൾക്ക് കോസ്റ്റ് അങ്ങനെ ഇത്തിരി കൂടി. അതിലും വളരെ കുറച്ച് ചെയ്യാമായിരുന്നു. പക്ഷെ ആദ്യത്തെ ഒരു സംഭവത്തിന് വെറുതെ അങ്ങനെ കൈ പൊള്ളിക്കണ്ട. പക്ഷെ ഇപ്പോൾ ഒരു വാണിജ്യ ബുദ്ധി ഇല്ലാതെ തന്നെ അതിപ്പോൾ ജസ്റ്റ് ഫോർ ദ സേക്ക് ഓഫ് ആർട്ടിസ്റ്റിക് ഏർജ് ഇത് ഒരു സംഭവം ചെയ്തു എന്നൊരു ഞങ്ങൾക്കൊരു ഒരു ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. ആ ഒരു രീതി ഇത് പുറത്തു കൊണ്ടുവരാൻ തന്നെയായിരുന്നു ഒരു കമേഴ്ഷ്യൽ തോട്ടിൻ്റെ പുറകിൽ വന്നത്. കുറച്ചതായിട്ട് ഇപ്പോൾ പ്രീമിയർ ഇതൊക്കെ ചെയ്യുമെന്ന് പറഞ്ഞാൽ ബഡ്ജറ്റ് ഇത്തിരി കൂടി. അപ്പോൾ ഞാൻ പറഞ്ഞു എന്നെങ്കിലും തിരിച്ച് കിട്ടുവാണെങ്കിൽ ഇതിൽ ഫ്രീ ആയിട്ട് വന്ന വർക്ക് ചെയ്യർക്ക് എന്നെങ്കിലുമൊക്കെ കൊടുക്കുക, അല്ല ഇനി ഒരു സംഭവം ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റി. അതുകൊണ്ട് ഞാൻ കുറച്ചുകൂടെ ഞാൻ ആദ്യം തിയേറ്റർ റിലീസ് പോലും ആലോചിച്ചില്ലായിരുന്നു, നേരിട്ടൊരു ചാനൽ എന്നുള്ള രീതിയിൽ. പക്ഷേ അത് കഴിഞ്ഞ് വിചാരിച്ചു വൈ നോട്ട്, ഞങ്ങളവിടെ സ്വിറ്റ്സർലാൻഡ് ഞങ്ങൾക്ക് കാണിക്കാം, മുഴുവൻ സിറ്റികളിൽ, യൂറോപ്പിൽ, ജർമ്മനിയിലൊക്കെ ഇഷ്ടംപോലെ മലയാളീസ് ഉണ്ട്. അവർക്ക് ഈ ടോപ്പിക്കുകൾ മനസ്സിലാവുന്നിടത്താണ് ആദ്യം ഞങ്ങളൊന്ന് ചിലപ്പോൾ റിലീസ് ചെയ്യുന്നത്. കാരണം ഒരു ഡൗട്ടുണ്ട്, ഇപ്പോൾ ഇവിടെ കേരളത്തിൽ ഉള്ള മലയാളികൾക്ക് ഞങ്ങൾ പറയുന്ന ടോപ്പിക്കുകൾ, ഞങ്ങളുടെ തലമുറയുടെ ടോപ്പിക്കുകൾ വലിയ ടോപ്പിക്കാണോ, അത് ഉൾക്കൊള്ളാൻ പറ്റുമോ എന്നുള്ള ഒരു ഡൗട്ടുണ്ട്. അതില്ലെന്നില്ല, അത് റിയലിസ്റ്റിക് ആയിട്ട് ഞാൻ കാണുന്നതുകൊണ്ട് അത് ഇറ്റ്സ് കംപ്ലീറ്റ്ലി ഫൈൻ. അപ്പോൾ ആദ്യത്തെ ഒരു റെസ്പോൺസ് എങ്ങനെയുണ്ടെന്ന് നോക്കിയിട്ട് ഫിലിം ഫെസ്റ്റിവലിൽ ചിലയിടത്ത് സെലക്ഷൻ കിട്ടുമ്പോൾ നമുക്ക് അവർക്ക് ചിലപ്പോൾ വർക്കാവുന്നുണ്ട്, കാര്യം എന്താ ഞങ്ങൾ സംസാരിക്കുന്നത്. പക്ഷേ ചിലപ്പോൾ നമ്മുടെ ഇവിടെ മനസ്സിലാകണമെന്നില്ല. അതിപ്പോൾ എനിക്കറിയത്തില്ല. ഏതായാലും ഒന്ന് ഇറക്കട്ടെ, ആദ്യത്തെ ഒരു റിലീസ്, എന്നിട്ട് ഞങ്ങൾ അത് കഴിഞ്ഞിട്ട് ആലോചിക്കുന്നുണ്ട് ഇപ്പോൾ നാട്ടിലും വേണോ അല്ലെങ്കിൽ ഞങ്ങൾ നേരിട്ടൊരു ചാനൽ. അപ്പോൾ നാട്ടിൽ അത് ഞങ്ങൾക്ക് കാണാൻ പറ്റുമോ എന്നുള്ള കാര്യത്തിൽ ഉറപ്പായിട്ടില്ല. ഞാൻ തീരുമാനം എടുക്കുകയും ചെയ്യണം. അതിപ്പോൾ ഏത് ചാനൽ വഴി തിയേറ്റർ വേണോ വേണ്ടോ എന്നുള്ള ഞങ്ങൾക്ക് ഇന്ത്യയിൽ സെലക്ഷൻ കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ജസ്റ്റ് ഞങ്ങൾക്കൊരു സെലക്ഷൻ ജയ്പൂർ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിൽ കിട്ടി. സെലക്ഷൻ കിട്ടി. ഡൽഹി ഫിലിം ഫെസ്റ്റിവലിൽ സെലക്ഷൻ കിട്ടി, പാരീസിൽ സെലക്റ്റഡ് ആയി, ഇപ്പൊ ജയ്പൂരിലും കൂടി ആയിട്ടുണ്ട്. ഇങ്ങനെ വരുമ്പോ അത് നിങ്ങളുടെ കോൺഫിഡൻസിനെ ബൂസ്റ്റ് ചെയ്യുന്നുണ്ടോ? അതായത് ആ ഒരു സെലക്ഷൻ ആദ്യത്തെ വന്നു കഴിഞ്ഞപ്പോഴത്തെ ഒരു ഫീലിംഗ് എന്തായിരുന്നു? ഡെഫിനറ്റ്ലി അത് ഭയങ്കരമായിട്ട് കാരണം ആ പ്രയത്നത്തിന്റെ ഒരു റിസൾട്ടായിട്ട് അങ്ങനെ കാണുമ്പോൾ അതിൻ്റെ ഒരു അപ്രിസിയേഷൻ ഉണ്ടെന്ന് അത് കാരണം അതല്ലേ നമുക്ക് എപ്പോഴും ഡൗട്ട്, നമ്മൾക്ക് പറയാനുള്ളത് ഓഡിയൻസിന് മനസ്സിലായിട്ടുണ്ടോ, ഉൾക്കൊള്ളുന്നുണ്ടോ, അതെപ്പോഴും നമുക്ക് നമ്മളെ ബോദർ ചെയ്യുന്ന ഒരു കാര്യമാണ്. സോ ഒരു വിഭാഗം ഉണ്ടെന്ന് മനസ്സിലായി. പക്ഷെ ഇപ്പം എല്ലാവർക്കും പറ്റുമോ എന്നുള്ളത് കണ്ടറിയണം.
പിന്നെ ഓരോ രാജ്യത്തിനും ആ രാജ്യത്തിൻ്റെ രീതികൾ ഉണ്ടെന്ന് പറയാറുണ്ടല്ലോ. ഇപ്പം എൻ്റെ ബ്രദർ അവിടെ ഒരുപാട് കാലം നിന്നിട്ട് അവൻ പറഞ്ഞൊരു കാര്യം, ഇത്രയും സൈലൻ്റ് ആയിട്ടുള്ളൊരു സ്ഥലം പല രാജ്യങ്ങളിൽ പോയിട്ടുണ്ട്, താമസിച്ചിട്ടുണ്ട്. അപ്പോൾ പറഞ്ഞു സ്വിറ്റ്സർലൻഡ് ഭയങ്കര സൈലൻ്റ് ആയിരുന്നു. അതായത് അടുത്ത വീട്ടിൽ പിള്ളേരുള്ള വീടുകളുടെ അടുത്തൊക്കെ അവൻ താമസിച്ചു. പക്ഷെ ഒരു 6 മണിയൊക്കെ കഴിഞ്ഞിട്ട് ആ വീട്ടിൽ നിന്ന് ഒരു അനക്കോ ഒരു കൊച്ചുള്ള വീടാണെന്നോ പോലും തോന്നത്തില്ല. അത് അവർ അങ്ങനെ സൈലൻ്റ് ആയിട്ട് പിള്ളേരെ വളർത്തുന്നതാണെന്ന് എനിക്ക് തോന്നുന്നു എന്ന് പറഞ്ഞു. അത് അങ്ങനെയുണ്ടോ? ഭയങ്കര സൈലൻ്റ് ആണോ? അതങ്ങനെ ആകണമെന്നില്ല. അതിപ്പോൾ നമുക്ക് കൊച്ചു പിള്ളേരുള്ള വീടുകളിൽ ബഹളം കാണും സ്വാഭാവികമായിട്ട്. പക്ഷെ ചില റൂൾസൊക്കെ ഉണ്ട് കേട്ടോ. ഇങ്ങനെ 10 മണി കഴിഞ്ഞ് ബഹളം വെക്കല്ലേ, ഞായറാഴ്ച ചില പണികൾ ചെയ്യല്ലേ, പുറത്ത് അങ്ങനെയൊക്കെ കുറച്ച് റൂൾസൊക്കെ ഇങ്ങനെ ചിലയിടത്തൊക്കെ വെക്കും. അത് ശരിയാണ്. പിന്നെ ഡിപ്പെൻഡ്സ് ഓൺ വെർ യു ലീവ്. ഇപ്പോൾ ഒരു ടൗണിനകത്ത് ഇപ്പോൾ സൂറിക് എന്ന സിറ്റിക്കകത്ത് ജീവിക്കുവാണെങ്കിൽ ഇറ്റ്സ് ഓൾവേസ് വൈബ്രൻറ്റ്. എല്ലാ ദിവസവും നമുക്ക് അവിടെ പുറത്ത് ഔട്ടിങ്ങിനോ ഭക്ഷണം കഴിക്കാനോ ഒക്കെ എല്ലാം പോകാൻ പറ്റും. ഇറ്റ്സ് എ ഹ്യൂജ് സീൻ. അങ്ങനെ അല്ലെങ്കിൽ കുറച്ചുകൂടെ കൺട്രി സൈഡിലോട്ട് മാറി ജീവിക്കുമ്പോൾ കുറച്ചുകൂടെ ശാന്തത, അത് ശരിയാണ്. പക്ഷെ അങ്ങനെ പിള്ളേർ അങ്ങനെയൊന്നുമില്ല. പക്ഷേ ഏത് വീട്ടിലും കുഞ്ഞു പിള്ളേരുള്ളിടത്ത് ഒരു രക്ഷയില്ല, പിള്ളേർ കാറും. അതിപ്പോൾ ഞങ്ങളുടെ അടുത്തും അത് സ്വിസ്സുകാരനാണേലും ജർമ്മൻകാരനാണേലും ആരുടെ അടുത്താണേലും അത് അങ്ങനെ. പക്ഷേ പക്ഷെ ഒരു ക്വയറ്റ്നെസ് അത് കീപ്പ് ചെയ്യുന്നത്. വലിയ ബഹളവും അത് ഇടയ്ക്കൊക്കെ ഉള്ളൂ ഇങ്ങനെ ജാഥയോ അല്ലെ ചിലപ്പോൾ ഫെസ്റ്റിവലൊക്കെ വരും. വലിയൊരു സംഭവം അവിടെ സൂറിക്കിൽ സ്ട്രീറ്റ് പരേഡ് എന്ന് പറഞ്ഞൊരു സംഭവം വരും. അത് സമ്മറിൽ നടക്കുന്ന ഒരു വലിയ സമ്മർ ഫെസ്റ്റിവലാണ്. അപ്പോൾ ആൾക്കാർ എന്ന് പറഞ്ഞാൽ ആ സിറ്റിക്കകത്ത് അപ്പോൾ ഒരു 1.5 മില്യൺ ആൾക്കാർ ഒരു ദിവസം റേഫ് പാർട്ടി ആയിട്ട് ഇറങ്ങും. ഓൾമോസ്റ്റ് നോ ക്ലോത്ത്സ് ഓൺ എവറിത്തിങ്. അപ്പോൾ ഭയങ്കരമായിട്ട് ബഹളം. അത് ബെർലിനിൽ പണ്ടുണ്ടായിരുന്നു ലാഫ് പരേഡ് എന്ന് പറഞ്ഞൊരു സംഭവം. അപ്പോൾ പാർട്ടിയും അതും ഇതൊക്കെ അങ്ങനെ വല്ല സംഭവങ്ങൾ വരുമ്പോൾ നല്ല ബഹളമുണ്ട്. പക്ഷെ അതൊക്കെ ഞങ്ങൾ കാരണം ആ സീനി അവിടെ വളർന്നതുകൊണ്ട് ചെറുപ്പം തൊട്ട് പിന്നെ ഞങ്ങളുടെ 20s ഞങ്ങൾ അവിടെ പുറത്ത് പോയി, ഞങ്ങൾ ഔട്ടിങ്, അവിടെ ക്ലബ് സീനും അതും ഇതും എല്ലാം കണ്ട് ഞങ്ങൾക്കൊരു സൈലൻ്റ് ആയിട്ട് തോന്നിയിട്ടില്ല. പക്ഷെ നമ്മുടെ ഇവിടുന്ന് ചിലപ്പോൾ ഇവിടെ വരുന്നവർ അവിടുത്തെ ആൾക്കാരുമായിട്ട് നമ്മൾ മിങ്കിളാണ്. നമ്മൾ അവരുമായിട്ട് നമ്മുടെ ആദ്യത്തെ തലമുറ ഒത്തിരി അവർക്ക് വേണ്ടി ജീവിച്ചു. അവർ ജസ്റ്റ് ജോലിക്ക് പോയി വീട്ടിൽ വന്നു, വീട്ടിലെ കാര്യങ്ങൾ പുറത്തൊരു തവണ കഴിക്കാൻ പോകാൻ അവർ തുനിഞ്ഞിട്ടില്ല. ഒരു ഔട്ടിങ്ങിന് പോവുക, ഒരു സിനിമയ്ക്ക് പോവുക, ഒന്നും ചെയ്യത്തില്ലായിരുന്നു. അവരെല്ലാം സാക്രിഫൈസ് ചെയ്തു. ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾക്ക് വി വോണ്ട് എ ലൈഫ് മോർ. സോ ഞങ്ങൾ ആ ഒരു പ്രായത്തിലാണെങ്കിലും ചെറുപ്രായത്തിലാണെങ്കിലും കുറച്ചുകൂടെ റെബൽസ് ആയിരുന്നു. ഓരോന്ന് ട്രൈ ഔട്ട് ചെയ്ത് ഞങ്ങളായിരുന്നു ദ ഫസ്റ്റ് ജനറേഷൻ ഹു ട്രൈഡ് ഇറ്റ് ഔട്ട്. സോ പക്ഷെ അവിടുത്തുകാരുമായിട്ട് ഒത്തിരി മിങ്കിൾ, ഞങ്ങൾക്ക് അവിടുത്തെ ഫ്രണ്ട്സും നിങ്ങൾ പഠിച്ചത് അവരുടെ കൂടെയാണല്ലോ, ലൈക് സ്കൂൾസ് അങ്ങനെയല്ലേ വരിക? പക്ഷെ ഞങ്ങൾ എന്നാലും ഞങ്ങളുടെ ഒരു ഞങ്ങൾ മലയാളി കൂട്ടരും ഉണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾ ഒരിക്കലും പറഞ്ഞു ജസ്റ്റ് മലയാളി കമ്മ്യൂണിറ്റി മാത്രം നിൽക്കത്തില്ല, അത് ശരിയാവത്തില്ല, അത് വർക്കൗട്ട് ആകത്തില്ല. നമ്മളെല്ലാവരുമായിട്ടും ഇതായാലേ അപ്പോൾ ദ ഡിഫറൻസ് ഈസ് നമ്മൾ അവിടുത്തുകാരുമായിട്ട് നമ്മൾ എൻഗേജ്ഡ് ആകണം കുറേ. അപ്പോൾ അവരിൽ ഒരാളാവും. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് പകുതി സ്വിസ്സുകാരനാവും എപ്പോഴും, പകുതി മലയാളിയാ. എനിക്ക് എങ്ങനെ വേണേലും എപ്പോൾ വേണേലും എനിക്ക് തോന്നുന്ന പോലെ സ്വിച്ച് ചെയ്യാൻ പറ്റും. രണ്ട് സ്ഥലത്തും ജീവിച്ചിട്ടുള്ള ഒരാളല്ലേ, ഒരു മലയാളി പെട്ടെന്ന് സ്വിറ്റ്സർലൻഡിലേക്ക് വരുമ്പോൾ ഫേസ് ചെയ്യാൻ പോകുന്ന ഒരു ഇന്ത്യക്കാരൻ തന്നെ നമുക്ക് പറയാം. കാരണം നിയമങ്ങൾ എല്ലാ രാജ്യങ്ങളിലും വേറെ പോലെയാണല്ലോ. ഏറ്റവും പെട്ടെന്ന് നമുക്ക് വരാൻ പോകുന്നൊരു മാറ്റം അല്ലെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കാൻ പോകുന്ന അയ്യോ എന്നെ കൊണ്ട് പറ്റില്ല എന്ന് തോന്നുന്ന കാര്യങ്ങളുണ്ടോ സ്വിറ്റ്സർലൻഡിൽ? ഇപ്പോൾ ആദ്യം ഒറ്റയ്ക്ക് വരുമ്പോൾ നമ്മൾ ഡിപ്പെൻഡ്സ് ഓൺ ഒത്തിരി കാര്യങ്ങൾ തനിയെ ചെയ്യുന്നത്. അവിടെ ഇങ്ങനെ വേർതിരിവില്ലാതെ ആണാ പെണ്ണാ എന്നുള്ള വേർതിരിവില്ലാതെ ഒത്തിരി കാര്യങ്ങൾ ഇപ്പോൾ ഒറ്റയ്ക്ക് വരുന്ന ആളെല്ലാം ചെയ്യേണ്ടി വരുമ്പോൾ ഇതെല്ലാം പഠിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് ഒരു കാര്യം. നമ്മൾ ഡിപ്പെൻഡൻ്റ് ആകാതെ ഓരോ കാര്യങ്ങൾ തനിയെ ചെയ്യുന്ന കാണുമ്പോൾ അവിടെ ഒരു വ്യത്യാസമില്ല. ഇതിപ്പോൾ ഒരു പെണ്ണിൻ്റെ ജോലിയാണ് ഒരു ആണിൻ്റെ ജോലിയാണ് എന്നുള്ള ഇതില്ല. അപ്പോൾ എല്ലാവരും എല്ലാം ചെയ്യുന്ന DIY. അത് ശരിക്കും അവിടെ അറിയുന്നവരുണ്ട് ആദ്യം വരുമ്പോൾ. പിന്നെ നിയമങ്ങളോ? നിയമങ്ങളും വളരെ കർശനമായിട്ടുള്ള ചിലതൊക്കെ കാണുമ്പോൾ എന്ന് പറഞ്ഞാൽ അവിടുത്തെ ചിലപ്പോൾ ക്ലീൻനെസ് അല്ലെങ്കിൽ അവിടുത്തെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ്. ഡ്രൈവിങ് കംപ്ലീറ്റ് ഇവിടുത്തെ രീതിയല്ലല്ലോ മറ്റേ സൈഡിൽ ഡ്രൈവ് ചെയ്യുന്നത്. ആൻഡ് അത് തന്നെ കാണുമ്പോൾ അതാണ് എനിക്ക് നേരെ തിരിച്ചു നോക്കുമ്പോൾ എപ്പോഴും ഉള്ള ഐ ഹോപ്പ് ഇപ്പം എന്തെങ്കിലും എനിക്ക് ചെറുപ്രായത്തിൽ ഇവിടെ വന്ന് ഏർലി 20s ഇവിടെ വരുമ്പോൾ ഡ്രൈവ് ചെയ്യുന്ന ഒരു 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 വീഡിയോ ഗെയിം പോലെ ഇറ്റ്സ് ത്രില്ലിങ്. പക്ഷെ പ്രായം കൂടുന്തോറും നമ്മൾക്കും ഇങ്ങനെ ഫാമിലിയും പിള്ളേരും ഒക്കെ ആയിട്ട് വരുമ്പോൾ എപ്പോഴും പേടി കൂടി വരും. അത് തന്നെ. അപ്പോൾ അവിടെ വളരെ സേഫ് പോണ. ചിലപ്പോൾ ചിലവർക്ക് അത് ബോറിംഗ് ആയിട്ട് തോന്നും. അത് അങ്ങനെ ജസ്റ്റ് ഒരു ലൈൻ പുറകെ ഫോളോ എന്നുള്ള രീതി മാത്രം കൂടി. പിന്നെ
ചിലവർക്കുണ്ടല്ലോ ഇന്ത്യൻ ഫുഡ് കിട്ടാതാകുമ്പോഴുള്ള ഒരു വേവലാതി. അവിടുത്തെ സ്വിസ് ഫുഡൊക്കെ ആയിട്ട് ആദ്യം ഒന്ന് സ്വിസ്സിലെ അല്ല യൂറോപ്പിലെ ഫുഡുമായിട്ട് ഇത് പോകാൻ മിങ്കിൾ ചെയ്ത് പോകാൻ ആൾക്കാർക്ക് ആദ്യം ചിലപ്പോൾ ഇത്തിരി ബ്രെഡ് മാത്രമേ ഉള്ളൂ, ചീസ്, ഈ ചീസിനോടൊക്കെ അടുക്കാൻ എനിക്ക് തോന്നുന്നു ഭയങ്കര പാടാണ്. എനിക്ക് വലിയ കാര്യം അവിടുത്തെ സ്വിസ് ചീസ് ഫോന്ത്യൂ എന്ന് പറയും, അല്ലെ റാക്ലെറ്റ്. അവിടുത്തെ ഒരു സ്വിസ് മെയിൻ ഡിഷുകൾ രണ്ടും ചീസ് വലിയതായിട്ട് ഇങ്ങനെ ചീസ് ചൂടാക്കി കഴിക്കുന്ന ഒരു സംഭവം. ഞങ്ങൾക്ക് വലിയ കാര്യം. പക്ഷെ നമ്മളെ മലയാളികൾ ആദ്യം വരുമ്പോൾ അത് ഭയങ്കര പാടാണ്. അപ്പോൾ ഈ ഫുഡ് കിട്ടാത്തതിൻ്റെ ഒരു വിഷമം നമ്മുടെ ഇന്ത്യയിൽ നിന്ന് വരുന്നവർക്ക് ഇപ്പോഴും ഉണ്ട്. അപ്പോൾ ആദ്യത്തെ കേരള റെസ്റ്റോറൻറ്റ് എന്തെങ്കിലുമൊക്കെ വരുമ്പോൾ ഇതെല്ലാം തുടങ്ങി വെച്ചതിന് ഒരാളുണ്ട്. ഞങ്ങൾക്ക് ആദ്യത്തെ ഒരു കോണ്ടാക്റ്റ് ഇങ്ങനെ തന്ന ഒരാൾ, ഒരു കുട്ടേട്ടൻ എന്ന് പറഞ്ഞ ഒരു കുട്ടനങ്ങൾ എന്ന് പറഞ്ഞ ആദ്യത്തെ ഒരു കേരള റെസ്റ്റോറൻറ്റ് അവിടെ ചുരുക്കി നടത്തിയ ഒരു അങ്കിള് പുള്ളിയാണ്. അപ്പോൾ ആ ഒരു റെസ്റ്റോറൻറ്റ് മാത്രമേ ഉള്ളൂ നമുക്കൊന്ന് ഇന്ത്യൻ ഫുഡ് ഒറ്റയ്ക്ക് ജീവിക്കാൻ. വീട്ടിലാണ് എപ്പോഴും കിട്ടുമായിരുന്നു, പക്ഷേ ഒന്ന് ജസ്റ്റ് ഞാനൊക്കെ ഒന്ന് മാറി താമസിച്ചപ്പോൾ എനിക്ക് ഒരുങ്ങുന്ന കൊതി വരുമ്പോൾ ഒരു ബിരിയാണി കഴിക്കണം, ഒരു എന്തെങ്കിലും എന്നൊക്കെ തോന്നുമ്പോൾ പുള്ളിയുടെ അടുത്ത് ഓടിച്ചെല്ലും. അപ്പോൾ അത് മിസ്സാവും ഭയങ്കരമായിട്ട് ഫുഡ്. നമ്മൾ വിദേശത്ത് വളർന്നു വരുന്നൊരു കുട്ടി എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ഭയങ്കര ഫ്രീഡം ഒക്കെ കിട്ടി, നമ്മൾ കാണാത്ത ക്ലബ് സീൻസൊക്കെ കണ്ട് വളരുന്നൊരു കുട്ടി എന്നൊരു ചിന്ത വരാറുണ്ട്. അപ്പം നാട്ടിൽ വളരുന്ന ഒരു കുട്ടിയും വിദേശത്ത്, ഇപ്പോൾ നിങ്ങളവിടെ ജനിച്ചു വളർന്ന ഒരാളാണ്, കുട്ടിയും തമ്മിലുള്ള വ്യത്യാസം രണ്ട് സ്ഥലത്ത് നിന്നതുകൊണ്ട് ചോദിക്കുക, അങ്ങനെ ഒരു വ്യത്യാസം ഫീൽ ചെയ്യാറുണ്ടോ? ഉണ്ട്, ഉറപ്പായിട്ടും ഉണ്ട്. ഓഫ് കോഴ്സ് ഞങ്ങൾ ആദ്യത്തെ ജനറേഷൻ, ഞങ്ങൾക്ക് ഒത്തിരി കുറേ കാര്യങ്ങൾക്ക് വേണ്ടി ഫൈറ്റ് ചെയ്യണമായിരുന്നു. കാരണം നമ്മുടെ പേരൻസ്, അതിപ്പോൾ അവരെ കുറ്റം പറയാൻ പറ്റത്തില്ല, അവർക്ക് അറിയാത്ത കാര്യം പേടിയായിരുന്നു പലതും. അപ്പോൾ അവർ തന്നെ അവരുടെ കൺട്രോളിൽ കൊണ്ടുപോകാനുള്ള, കാരണം അവരെല്ലാം സാക്രിഫൈസ് ചെയ്തു, അവർക്കതൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ അവർക്ക് അതിൻ്റെ ആവശ്യം എന്താ എന്നുള്ളത്. അപ്പോൾ അവർക്ക് ആദ്യത്തെ ഒരു തലമുറ ഞങ്ങളുടെ അടുത്ത് പഠിത്തം എന്നുള്ള ഒരു ഇതൊക്കെ ഉണ്ടായിരുന്നു. ഇങ്ങനെ ഈ സ്പോർട്സിന് സപ്പോർട്ട് ചെയ്യുകയോ അതൊക്കെയുള്ള സംഭവങ്ങളൊക്കെ വളരെ കുറവ്. സ്പോർട്സിനോട് ഒട്ടും താല്പര്യമില്ലായിരുന്നു. ഞങ്ങളുടെ ഒരു ഭാഗമുണ്ട്, ഞങ്ങൾ പറയുകയാണെങ്കിൽ ഞങ്ങൾ 90s ആ ഒരു സമയത്ത് ഭയങ്കര, എൻ്റെ ഒരു കൂട്ടുകാർ സെറ്റ് ഞങ്ങളെ കുറേ ഒരു സർക്കിളുണ്ട്, ഭയങ്കര ബാസ്കറ്റ്ബോൾ ഭ്രാന്തായിരുന്നു. മൈക്കിൾ ജോർഡൻ എന്ന് പറഞ്ഞ ഒരാളുണ്ടായിരുന്നു. ഞങ്ങൾ ഈ ജോർഡൻസ് ഇപ്പോഴത്തെ ജനറേഷന് ആ ഷൂസ് അറിയത്തില്ല, പക്ഷെ ഞങ്ങൾ അവനെ കണ്ട് ഞങ്ങളുടെ കിളി പോയി. അവൻ്റെ കളി കണ്ടിട്ട് ഞങ്ങൾ ഒരു ഏജ് ഗ്രൂപ്പ് ഉണ്ടായിരുന്നു, ചിക്കാഗോ ബോൾസ്, മൈക്കിൾ ജോർഡൻ എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ ഇതിൻ്റെ പുറകെ. അപ്പോൾ ഞങ്ങളുടെ പേരൻസിനൊന്നും ഒട്ടും ഇഷ്ടമില്ല ഇതിൻ്റെ പുറകെ ഞങ്ങൾ ഓടുന്നത്. പക്ഷെ ഞങ്ങൾക്കൊരു, ഇപ്പം ഞാൻ എന്നോട് ചോദിക്കുകയാണെങ്കിൽ സിനിമയായിരുന്നോ ബാസ്കറ്റ്ബോൾ ആയിരുന്നോ, ആദ്യം ഒരു ഭയങ്കര ഒരു പ്രണയം തോന്നിയ ഒരു സംഭവമാണ് ഓറഞ്ച് ബാൾ. ശരിക്കും ഭയങ്കരമായിട്ട് അതിൻ്റെ പുറകെ ഇങ്ങനെ ഓടി നടക്കുമായിരുന്നു. പക്ഷെ ഞങ്ങളിങ്ങനെ ക്ലബ്ബിൽ അത് കളിക്കാൻ പോകുന്ന ഇതൊക്കെ ചെയ്യാൻ ഇവർക്ക് അത്ര ഒരു സപ്പോർട്ടീവ് മൈൻഡ് ഇല്ലായിരുന്നു ആ ഒരു കാലം. മാത്രമല്ല വിദേശത്തും എങ്ങനെയായിരുന്നു ആദ്യത്തെ ഒരു ജനറേഷൻ. പക്ഷെ ഞങ്ങളിപ്പോൾ ഞങ്ങളുടെ പിള്ളേരുടെ അടുത്ത് ഞങ്ങൾക്ക് സ്കൂൾ ടൈം മാത്രമല്ല, ഇവര് ഫുട്ബോള്, ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ പുറകെ നടക്കുന്ന കുറേ പിള്ളേർ, മ്യൂസിക്, ഡാൻസ്, ഇതിനൊക്കെ എല്ലാം ആക്ടിവിറ്റി ആദ്യം തൊട്ടേ നമ്മൾ ഭയങ്കരമായിട്ട് സപ്പോർട്ടീവ്. പഠിത്തം മാത്രമല്ല അതും വേണം, കാരണം അത് ബിൽഡപ്പ് വരുമ്പോൾ ഇവരുടെ ബോഡിയും ഇവരുടെ കോൺഫിഡൻസ് ലെവലും വളരെ കൂടുതലാണ്. അപ്പോൾ എനിക്ക് ഭയങ്കര മാറ്റമുണ്ട്. ഞങ്ങളുടെ ജനറേഷൻ ഞങ്ങളുടെ പിള്ളേരെ ജനറേഷനെ വളർത്തുന്ന അത് കുറച്ചുകൂടെ സപ്പോർട്ടീവാണ്. ഞങ്ങളുടെ ആദ്യത്തെ ജനറേഷൻ അവർ കുറ്റം പറയുന്നില്ല, പക്ഷെ അവർക്കത് അറിയത്തുമില്ലായിരുന്നു. അവരത് ഞങ്ങളിത് കാണുന്നതുകൊണ്ടാണ്. ഞാനൊക്കെ ക്ലബിലൊക്കെ തന്നെയാണ് കളിക്കാൻ പോകുന്നത്. അപ്പോൾ ഞങ്ങളെപ്പോഴും, ഞാനിപ്പോൾ എൻ്റെ പിള്ളേർ എപ്പോഴും അവിടെ കൊണ്ട് വിടും, നമ്മളവിടെ കളി കണ്ടുകൊണ്ടിരിക്കും, എന്നിട്ട് അവരെ പിന്നെയും തിരിച്ചു കൊണ്ടുവരും. ആ ഒരു സംഭവം, അവരുടെ മാച്ചുകൾ കാണാൻ പോകുന്നു, ഇതെല്ലാം ചെറുപ്രായം തൊട്ടുണ്ട്. പറഞ്ഞിട്ടുണ്ട് പേരൻസിനോട്, നിങ്ങൾ ഞങ്ങളുടെ കളികളൊക്കെ കണ്ടിട്ടുണ്ടോ, കളിക്കുമായിരുന്നു ഞങ്ങളും. അതൊക്കെ തമാശക്ക് ഇങ്ങനെ പറയും, പക്ഷെ കുറ്റം പറയുന്നില്ല എന്ന് പറഞ്ഞാൽ അവർക്കത് അറിയത്തില്ലായിരുന്നു അത്രയും എന്ത് ഇമ്പോർട്ടൻസ്. കാരണം എപ്പോഴും ഉണ്ടായിരുന്നു സ്പോർട്സിനോട് ഒരു താല്പര്യക്കുറവ്, പഠിത്തമാണ് മുഖ്യം, ഇതാവുക, ഡോക്ടറാവുക, എഞ്ചിനീയറാവുക എന്നൊക്കെ പറയുന്ന ആ സംഭവങ്ങളൊക്കെ നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ട്. ഞങ്ങളുടെ ഒരു ജനറേഷൻ അത് പറഞ്ഞു പോകത്തില്ല, അവരുടെ ഒരു വഴിക്ക് പോകും, അവർക്ക് പാഷൻ ഇഷ്ടപ്പെടുന്ന കാര്യത്തിലോട്ട് കടക്ക്, അത് കുറച്ചുകൂടെ ഫോക്കസ്ഡ് ആകും, ഇഷ്ടപ്പെടുന്ന എല്ലാം ട്രൈ ഔട്ട് ചെയ്യും. പക്ഷെ അത് പല കാര്യങ്ങളാണ്, സ്പോർട്സ് മാത്രമല്ല. ഇപ്പം ഇങ്ങനൊരു സിനിമ നിങ്ങൾ മലയാളികളുടെ ഒരു കൂട്ടായ്മയാണെങ്കിൽ പോലും നമുക്ക് എല്ലാം ചെയ്യാനായിട്ട് മലയാളികളെ കിട്ടത്തില്ലല്ലോ. അപ്പോൾ അവിടെ നിന്നുള്ള ആളുകളെ നിങ്ങൾ എടുക്കുമായിരുന്നു, ആ റിക്രൂട്ട്മെൻറ്റ്, അതുപോലെ ഇത് ചെയ്യുമ്പോൾ അവരുടെ ഭാഗത്തു നിന്നുണ്ടായ എക്സൈറ്റ്മെൻറ്റ്, അതൊക്കെ എങ്ങനെയായിരുന്നു? രസമായിരുന്നു. ഓഫ് കോഴ്സ് ടെക്നീഷ്യൻസ് ആയിട്ട് ഞങ്ങൾക്ക് എല്ലാവരെയും മലയാളികളെ പറ്റത്തില്ലായിരുന്നു. അപ്പോൾ അവിടെ ഞാൻ പറഞ്ഞ പോലെ ഈ സന്ദീപ് അബ്രഹാം, ഇതിൻ്റെ DOP, പുള്ളി സത്യം പറഞ്ഞ പുള്ളിക്കൊരു പ്രൊഡക്ഷൻ കമ്പനിയുണ്ട് അവിടെ സൂറിക്കിൽ തന്നെ ബേസ്ഡ് ആയിട്ട്.
പുള്ളി ആദ്യത്തെ ഒരു സ്വിസ് സിനിമയും ഇപ്പോൾ പുള്ളിയുടെ ആദ്യത്തെ ഫീച്ചർ ഫിലിം ഇറങ്ങി, ഹോം സ്വിസ് ഹോം എന്ന് പറഞ്ഞ്. പക്ഷെ അത് അമേരിക്കൻ ആക്ടേഴ്സ്, സ്വിസ് ആക്ടേഴ്സ് ഒക്കെ ആയിട്ടുള്ള ഒരു സംഭവം. മലയാളീസ് അങ്ങനെയൊന്നുമില്ല. പക്ഷെ പുള്ളിയുടെ ക്രൂ, അപ്പോൾ ക്രൂവിലുള്ള ആൾക്കാർ സ്വിസ് ആൾക്കാരൊക്കെ. അപ്പോൾ അവരൊക്കെ ഈ അന്ന് പ്രൊഡക്ഷൻ്റെ അന്ന് സമയത്ത്, ഷൂട്ടിൻ്റെ സമയത്ത് അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര കൗതുകമായിരുന്നു. ഞങ്ങളിങ്ങനെ മലയാളമൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് നമ്മളിങ്ങനെ ഇങ്ങനെ ഫുൾ സമയം ഇവരൊരു ഫുൾ ഡേ എല്ലാം പിടിച്ചുകൊണ്ടിങ്ങനെ ഇരിക്കും. എന്നിട്ട് ഒരു അനക്കവും ഇല്ല ചിലപ്പോൾ. എന്നിട്ട് ഞങ്ങൾ ഇടയ്ക്ക് പോയി ഇങ്ങനെ ചോദിക്കും, എല്ലാം മനസ്സിലാകുന്നുണ്ട് ഇവിടെ നടക്കുന്നത് തന്നെയാന്ന്. അത് ഇങ്ങനെയൊക്കെ തന്നെയാണോ ബാക്കി എല്ലായിടത്തും? കാരണം അപ്പോൾ അവർ തന്നെ പറയും, അവർ ആ ഒരു വേർതിരിവ് ചെയ്തില്ല. അതിപ്പോൾ ഏത് ലാംഗ്വേജ് ആണെങ്കിലും അവർ ചിലപ്പോൾ സ്പാനിഷ് സംഭവം ചെയ്യാൻ പോകും, ചിലപ്പോൾ ഇറ്റാലിയൻ സംഭവം ചെയ്യാൻ പോകും. എല്ലാവർക്കും മനസ്സിലാവുന്നില്ല. അവരവരുടെ പണി ചെയ്യും. അതിപ്പോൾ 10-12 മണിക്കൂറാണേലും അവരവിടെ ഉണ്ട്. പക്ഷെ അവർക്കൊരു കൗതുകമായിട്ട് തോന്നും ഇങ്ങനെ ഒരു സംഭവം. ആദ്യം അവരെല്ലാവരും പറഞ്ഞു, അതിലുണ്ടായിരുന്ന ക്രൂവിലെല്ലാവരും പറഞ്ഞു ഇതൊരു ഒരു രസമുണ്ട് ഇങ്ങനെയാന്ന് പറഞ്ഞാൽ. ഞങ്ങൾ പല സിറ്റികളിൽ നിന്ന്, ഇപ്പോൾ പറയുവാണെങ്കിൽ ഞങ്ങളിങ്ങനെ ഒരു കൊച്ചി മാത്രമുള്ള യൂണിറ്റ്, ഞങ്ങളിങ്ങനെ കോട്ടയത്തു നിന്നും ഇപ്പോൾ തിരുവനന്തപുരത്തു നിന്നൊക്കെ എല്ലാവരും വന്ന് ഒരുമിച്ച് വർക്ക് ചെയ്യുന്ന പോലെ അവിടെ പല സിറ്റികളിൽ നിന്നുള്ള ആൾക്കാരാണ് പ്രൊഡക്ഷനിലോട്ട് വന്നത്. ആൻഡ് ഇങ്ങനെ ഒരു കൂട്ടായ്മ ആദ്യമായിട്ട് അതിനുള്ള ഒരു യൂണിറ്റ് ഉണ്ടെന്ന് ഞങ്ങൾ മനസ്സിലാക്കിയത്. അപ്പോൾ എല്ലാ ടെക്നീഷ്യൻസും ഇല്ല, പക്ഷെ കുറച്ച് പേര് അവിടുത്തുകാരുണ്ടായിരുന്നു. രസമായിരുന്നു. എൻ്റെ ജോലിയിലൊക്കെ വർക്ക് ചെയ്യുന്നവരൊക്കെ എന്നെ ഹെൽപ്പ് ചെയ്തു. ഞാനിപ്പോൾ UBS എന്ന് പറഞ്ഞൊരു ബാങ്കിൽ ജോലി ചെയ്ത കാലത്ത് അവിടെ ഡിസൈനേഴ്സ് ഉണ്ട്. അപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞ് അനിമേഷൻ ചെയ്യാൻ താല്പര്യമുണ്ട്. ഞാൻ പഠിപ്പിച്ച ഒരു പുള്ളിക്കാരത്തിയോട് പറഞ്ഞു. പുള്ളിക്കാരത്തി മീഡിയമാറ്റിക് എന്ന് പറഞ്ഞ ഇത് ചെയ്യുമ്പോൾ അങ്ങനെ ഡിസൈൻ ചെയ്യുന്നത്. അപ്പോൾ പുള്ളിക്കാരത്തി എനിക്കൊരു സംഭവം ചെയ്തു തന്നു സിംഗിളായിട്ട്. അങ്ങനെ പോകണം. അവിടുത്തെ ആരുടെയും കുറേ ഇൻവോൾവ്മെൻറ്റ്, അവർക്കൊക്കെ ആദ്യത്തെ ഒരു ടച്ച് പോയിന്റ് ആയിരുന്നു. അത് രസമായിരുന്നു. പക്ഷെ അവർക്ക് ഇപ്പോൾ ഒരു ഒപ്പീനിയൻ പറയാൻ ഒത്തിരി പറ്റത്തില്ല. അവരും പ്രൊഡക്റ്റ് കണ്ടു കഴിഞ്ഞാൽ അവർ ഇനി പറയത്തില്ല. അവർ വരും ഇപ്പോൾ തിയേറ്ററിൽ എല്ലാം കാണാൻ. അപ്പോൾ നോക്കട്ടെ. ഈ ഒരു കാര്യം കൂടെ എനിക്ക് ചോദിക്കാനുണ്ട്. റീസെൻ്റ്ലി സോഷ്യൽ മീഡിയയിൽ ഒരുപാട്, ഇപ്പം നമ്മൾ വേറൊരു രാജ്യത്ത് ചെല്ലുമ്പോൾ നമ്മളവിടെ പ്രദക്ഷിണം നടത്തുക, ഉത്സവം നടത്തുക, നമ്മൾ കുറേ പ്രൊസഷൻസ്, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ ചെയ്ത് അവിടെ നാട്ടുകാരെ ഉപദ്രവിക്കുന്നു എന്നും പറഞ്ഞിട്ടുള്ള കുറേ റീൽസ് പോകുന്നുണ്ട്. സത്യത്തിൽ ഈ പറയുന്ന അത്രയും പ്രശ്നങ്ങൾ നമ്മൾ വേറെ രാജ്യത്ത് നിന്ന് ഉണ്ടാക്കുന്നുണ്ടോ? നമ്മൾ അതിര് വിട്ട് ചെയ്യുന്നതായിരിക്കാം എനിക്ക് തോന്നുന്നു. എനിക്കത് ഇപ്പോൾ ഞാൻ കണ്ടിട്ടുള്ളത്, നമ്മൾ വേറൊരു രാജ്യത്ത് ചെന്ന് അവിടെ നമ്മുടെ കൾച്ചർ നമുക്ക് ജീവിക്കണം കുറച്ച് എന്ന് പറയുന്ന ഒക്കെ ഒരു പരിധി വരെ ഓക്കെ. അതിൽ വിടുമ്പോഴായിരിക്കും അവിടുത്തെ ഒരു ഡിസ്റ്റർബൻസ് ആയാൽ അവർക്കത് താല്പര്യമില്ലാതാവും. മലയാളി ചിലപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കൊല്ലം മുഴുവൻ അടിച്ച് ഇങ്ങനെ ഇങ്ങനെ കടിച്ച് പിടിച്ച് വീട്ടിൽ ഇങ്ങനെ ഇരിക്കും. പക്ഷെ അങ്ങനെ ഒരു പ്രോഗ്രാമിന് വരുമ്പോൾ ഒന്ന് ആസ്വദിക്കും. അവരൊന്ന് ഒന്ന് 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 ആ കൈലിയൊക്കെ മടക്കി, അല്ല മുണ്ടൊക്കെ മടക്കി കുത്തി, പാട്ടും പാടി, അറിയാലോ ആഘോഷം, ആ ഒരു മൂഡെല്ലാം. പക്ഷെ അത് വർഷത്തിൽ 1-2 ഉള്ളൂ ഞങ്ങളുടെ സ്വിറ്റ്സർലാൻഡിൽ അത്രയേ ഉള്ളൂ. ഇപ്പം അത്ര ഓർഗനൈസേഷൻസ് ഒക്കെ ഉണ്ട്. പക്ഷേ ചില കൺട്രീസ് ഉണ്ട് എല്ലാ ആഴ്ചകളും ചെയ്യുന്നു. അല്ലെങ്കിൽ ഓപ്പൺ എയറും ചെയ്യാൻ തുടങ്ങി. ഭയങ്കര ബഹളം. അപ്പോൾ എനിക്ക് തോന്നുന്നു അത് അവർക്കൊരു ഡിസ്റ്റർബൻസ് ആയ അവർ പറഞ്ഞ് ഞങ്ങൾക്ക് ഡിസ്റ്റർബൻസ് ആകുന്ന രീതിയിലാകുമ്പോഴാണ് അവർ ഇഷ്യൂസ് ഉണ്ടാക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു. നിങ്ങൾ റോട്ടിലിറങ്ങിയിട്ടുള്ള തിരുവാതിര ഡാൻസ് ഒന്നും ഇല്ല? ഞങ്ങളുടെ അവിടെ അങ്ങനത്തെ ഓപ്പൺ എയർ പരിപാടി ഇതുവരെ ഓപ്പൺ എയർ സംഭവം ഇങ്ങനെ പ്ലാൻ ചെയ്യുന്നത് കൊണ്ട് ഈ തമിഴ് കമ്മ്യൂണിറ്റിയുടെ ഒരു വലിയൊരു പ്രോഗ്രാം പ്ലാൻ ചെയ്യുന്നുണ്ടായിരുന്നു. വലിയ ആർട്ടിസ്റ്റുകളെ നമ്മുടെ ഇന്ത്യയിൽ നിന്ന് തന്നെ കൊണ്ടുവന്നു. പക്ഷെ അത് വർക്കൗട്ട് ആയില്ല. പക്ഷെ എന്നാലും അവിടെ ഞാൻ വിചാരിച്ചു അതെങ്ങനെ, ഞാൻ എനിക്ക് ഒരു ക്യൂരിയോസിറ്റി ഉണ്ടായിരുന്നു അതെങ്ങനെയായിരിക്കുന്നു ഒരു ഓപ്പൺ എയർ ഫെസ്റ്റിവൽ വിത്ത് ഓൾ ദ ബിഗ്ഗസ്റ്റ് ആർട്ടിസ്റ്റ് ഇന്ത്യയിൽ നിന്ന് ഉള്ള. അത് ഇത്തിരി പുൾ ഓഫ് ചെയ്യാൻ അവസാനം വന്നപ്പോൾ ടെക്നിക്കൽ ഇഷ്യൂസും. പക്ഷേ അതിൻ്റെ ഒരു പ്രോഗ്രാം അത് വരും, എനിക്കറിയാം ഇനിയും വരാൻ കിടക്കുകയെന്ന്. ഞങ്ങൾ ഇത്തിരി ഇവൻറ്റുകളും ഒക്കെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് ഞങ്ങളുടെ കമ്പനി. ഇപ്പോൾ വഴിയുടെ കുറച്ച് നാൾ മുമ്പ് നീരജ് അവിടെ വന്ന ഒരു പ്രോഗ്രാമിൻ്റെ ഞങ്ങൾ പ്രൊമോഷൻ അവിടെ കൂടെ ഉണ്ടായിരുന്നു. ഞങ്ങൾ കുറേ കമ്മ്യൂണിറ്റീസും ഞങ്ങൾ യൂത്തിൻ്റെ അയർലൻഡിൽ ഭയങ്കര ആക്റ്റീവാണ്, UK ആക്റ്റീവാണ്. അപ്പോൾ അവർ ഞങ്ങളോട് ചോദിച്ചു കൊളാബറേറ്റ് ചെയ്ത് ഇങ്ങനെ ആർട്ടിസ്റ്റുകളെ ഇപ്പോൾ കൊണ്ടുവരുന്ന ഒരു സംഭവമുണ്ട്. ഈയിടെ അവിടുത്തെ ഒരു ലാർജസ്റ്റ് ഹിപ്പ് ഹോപ്പ് ഓപ്പൺ എയർ ഫെസ്റ്റിവലിന് ഹനുമാൻ കാൻറ്റ് സൂര്യ, അത് ഞങ്ങൾ പരിപാടി നടത്തി അവരുമായിട്ട് കോപ്പറേറ്റ് ചെയ്ത് ഞങ്ങൾ മീഡിയ പുഷ് ചെയ്തായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ സംഭവങ്ങൾ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടില്ല ഇതുവരെ? ഇല്ല ഞങ്ങളുടെ അവിടെ വന്നിട്ടില്ല. പക്ഷെ പുറത്തുണ്ട് കേട്ടോ. ഇത് ശരിക്ക് ഇല്ലെന്നില്ല, എനിക്കറിയാം. ഞാനിപ്പോൾ ആ കൺട്രീസിനെ കുറ്റം പറയുന്നതല്ല. ചിലയിടത്ത് ഇപ്പോൾ ജർമ്മനിയിലാണേലും പുതിയതായിട്ട് ഒത്തിരി യങ് ജനറേഷൻ വന്നിട്ടുണ്ട്. ആൻഡ് അവരത് കുറച്ചുകൂടെ അവർക്കത് ജീവിക്കണമെന്നുണ്ട് കൾച്ചർ. ഇത്
1 or 2 ഒത്തിരി പരിപാടികളാകുമ്പോഴാണ് ചിലപ്പോൾ. പ്രശ്നമാവുന്നത്. ഇനിയിപ്പം ത്രിലോക വരണ സമയമായിരിക്കുകയാണ്. അപ്പം സൂര്യക്കിലുള്ള ആളുകളോടാണെങ്കിലും സ്വിറ്റ്സർലൻഡിൽ ഇപ്പോൾ ഇങ്ങോട്ട് മലയാളത്തിലേക്ക് നമ്മുടെ അടുത്തേക്ക് കേരളത്തിലേക്ക് വരികയാണെങ്കിൽ എല്ലാവരോടും പറയാനുള്ളൊരു കാര്യം എന്താണ്? ഇതിപ്പോൾ ഒരു വേറൊരു കണ്ണുകളുമായിട്ട് കാണാൻ പറ്റുവാണെങ്കിൽ ഞങ്ങളുടെ സിനിമയെ ആസ്വദിക്കാൻ പറ്റുമായിരിക്കും. വലിയ അവകാശമൊന്നും ഞങ്ങൾ പറയുന്നില്ല. ഇതൊരു കുഞ്ഞു സിനിമയാണ്. പക്ഷെ ആ ഒരു ആദ്യത്തെ ഒരു സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഒരു വിഷനായിട്ട് ഞങ്ങൾ പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഞാൻ ഒത്തിരി പറയുന്ന ഒരു കാര്യം വി ബിൽഡ് ദ ബ്രിഡ്ജ് ആൻഡ് ബ്രേക്ക് സം ബാരിയേഴ്സ് മേ ബി. ആൻഡ് ഐ തിങ്ക് മലയാളം കേരളത്തിൽ തന്നെ ഒതുങ്ങണ്ടല്ല, നമ്മൾ ഒത്തിരി പുറം രാജ്യങ്ങളിൽ നമുക്ക് ഇഷ്ടം പോലെ മലയാളികളുമുണ്ട്. അപ്പോൾ അവിടെയും ഉണ്ടാകട്ടെ ഇങ്ങനെ സംഭവങ്ങൾ. ആൻഡ് ചിലപ്പോൾ നമുക്ക് എല്ലാവർക്കും അത് ആഘോഷിക്കാൻ പറ്റും നമ്മൾ പറ്റുവാണെങ്കിൽ. ആൻഡ് വി ഹോപ്പ് you all can enjoy it. If not, we will try our best the next time. ഓക്കെ, ഓൾ ദി വെരി ബെസ്റ്റ്. ആൻഡ് ഇവിടുത്തെ തിയേറ്ററുകളിലും കാണാൻ ഭാഗ്യം ഉണ്ടാവട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുകയാണ്. താങ്ക് യു റോബിൻ. Thank you. താങ്ക്സ്.